ഹലോ എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2020 PYQ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 75 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് 76 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 76ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി ദ മെറ്റീരിയൽ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്. സെക്കൻഡ് വൺ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സോയിൽ. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സിമെൻറ്റ്. അപ്പോൾ സ്റ്റീൽ സ്ലാഗ് ഇതിൽ ഏതിൻ്റെ മെറ്റീരിയൽ ആവാമെന്നാണ് ചോദിച്ചേക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സോയിൽ, പ്രൊഡക്ഷൻ ഓഫ് സിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിൻ്റെയൊക്കെയാണ് സ്റ്റീൽ സ്ലാഗ്? ഓക്കെ, എങ്കിൽ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? ഇത് മൂന്നില്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡിനായാലും, അതുപോലെ എന്താണ് അഗ്രികൾച്ചർ സോയിലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനായാലും, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് സിമെൻ്റ് ആയാലും, ഓക്കെ, ഇത് മൂന്നിനും എന്താണ് സ്റ്റീൽ സ്ലാഗ് നമുക്ക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് സ്റ്റീൽ സ്ലാഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, സോ ഇതിനെന്താണ് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നതിനൊക്കെ ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്സിന് എന്ത് വേണം? ഒരു ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, ഡ്യൂറബിലിറ്റി വേണം. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് സ്റ്റീൽ സ്ലാഗിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്സിൽ അത് വരും. പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സോയിൽ വരുന്നുണ്ട്. സോ ഇതിനെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ സ്ലാഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് റിച്ച് കണ്ടന്റ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം. ഓക്കെ, കാൽഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് മഗ്നീഷ്യത്തിന് റിച്ച് കണ്ടന്റ് ഉണ്ട്. അതുകൂടെ സിലിക്കേറ്റും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കേറ്റ് ഇതെല്ലാം എന്താണ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഇതൊരു സോയിൽ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം അസിഡിറ്റിയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, സോയിലിൻ്റെ അസിഡിറ്റിയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് ഈ ഒരു സ്റ്റീൽ സ്ലാഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഇത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ അഗ്രികൾച്ചർ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എന്താണ് ഒരു സെയിം ഫംഗ്ഷൻ, നമ്മുടെ ലൈമിൻ്റെയൊക്കെ സെയിം ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. കാരണം സോയിലിൽ അസിഡിറ്റി കൂടുമ്പോൾ എന്താണ് ഇത് യൂസ് ചെയ്ത് അതൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് സെക്കൻഡ് പറയുന്നത്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പറയുന്നു. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് എന്താണ്? പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് ഇതിവിടെ ആയിട്ട് എഴുതാം. സോ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ട് എന്താണ് റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഈ സ്റ്റീൽ സ്ലാഗിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താണ് മൂന്ന് വരും. കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്സ് വരും, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോയിൽ ഇൻ അഗ്രികൾച്ചർ സോയിൽ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സോയിൽ വരും. ദെൻ അവസാനം നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സിമെൻറ്റ്. അപ്പോൾ ഇത് മൂന്നിലും എന്താണ് സ്റ്റീൽ സ്ലാഗിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. നെക്സ്റ്റ് 77, which of the following are the most likely places to find the musk deer in its natural habitat? ഓക്കെ, മസ്ക് ഡിയറിന് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ കാണാൻ പറ്റുന്ന എവിടേക്കാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ ബി ഗംഗോത്രി നാഷണൽ പാർക്ക്, ഓപ്ഷൻ സി കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ ഡി അല്ലെങ്കിൽ 4 മാനസ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് നമുക്ക് മസ്ക് ഡിയറിന് നാച്ചുറൽ ഹാബിറ്ററ്റിൽ കാണാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം മസ്ക് ഡിയറിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് മസ്ക് ഡിയറിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റ്? എസ്പെഷ്യലി ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയൻ റീജിയനിലാണ്. അപ്പോൾ ഹിമാലയൻ മൗണ്ടൻ റീജിയനിലാണ് ഈ മസ്ക് ഡിയറിന് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ. ഓക്കെ, അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹിമാലയൻ റീജിയൻസ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാകും നോക്കാം. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഹിമാലയൻ റീജിയൻസിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതായിരിക്കും ഏത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞത്. അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് അസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് എന്താണ്? ഗംഗോത്രി നാഷണൽ പാർക്ക്. ഗംഗോത്രി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറിയാവുന്നതാണ്, സെയിം ഉത്തരാഖണ്ഡ് തന്നെയാണ് ഇത് ഗംഗോത്രി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത വരുന്നത് ഏതാണ്? കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്, UP-യിലാണ്. ദെൻ മാനസ് നമുക്കറിയാവുന്നതാണ് എവിടെയാണ്? ആസാം. അപ്പോൾ
ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏതൊക്കെ സ്റ്റേറ്റ്സ് നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹിമാലയൻ റീജിയനായിട്ട് റിലേറ്റ് ആയിട്ട് വരും എന്ന് നോക്കി നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് രണ്ടെണ്ണം ഏതാണ് പറയുന്നത്? ഉത്തരാഖണ്ഡാണ് പറയുന്നത്. അതായത് അസ്കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ഗംഗോത്രി ആയാലും എന്താണ് ഉത്തരാഖണ്ഡാണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും എന്താണ് ഹിമാലയൻ റീജിയനിലാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ വരുന്നുണ്ട് ഉത്തരാഖണ്ഡ് ആയതുകൊണ്ട് തന്നെ. സോ അവിടെ കാണാനുള്ള ചാൻസ് എന്തായാലും കൂടുതലായിരിക്കും. സോ 1ഉം 2ഉം നമുക്ക് ഉണ്ടെന്ന് പറയാം. അപ്പോൾ 1ഉം 2ഉം വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ് വരുന്നത്, 1 and 2 only. പിന്നെ വരുന്നത് എന്താണ്? കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തർപ്രദേശാണ്. അത് എന്താണ് കുറച്ചും കൂടി താഴോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മാനസ് എവിടെയാണ് വരുന്നത്? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലായിട്ടാണ് വരുന്നത്, ആസാമിൽ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അവിടെ രണ്ടിടത്തും ഇല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1 and 2 only ആയിരിക്കും. അസ്കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും ഗംഗോത്രി നാഷണൽ പാർക്കിലാണെന്ത് ഏതിനാ മസ്ക് ഡിയർ നാച്ചുറൽ ഹാബിറ്ററ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസ്കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? മസ്ക് ഡിയർ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മസ്ക് ഡിയർ പാർക്ക്. ഓക്കെ, സോ മസ്ക് ഡിയർ പാർക്ക് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അസ്കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ദെൻ നമ്മൾ പറഞ്ഞു ഗംഗോത്രി നാഷണൽ പാർക്ക് അതൊരു ആൽപൈൻ അല്ലെങ്കിൽ സബ് ആൽപൈൻ റീജിയൻ ആയിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ട് അവിടെയും കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അത് ദുധ്വ ടൈഗർ റിസർവിൻ്റെയൊക്കെ പാർട്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. ദുധ്വ ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടാണ് ഈ കിഷൻപൂർ എന്ന് പറയുന്നത്. യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പക്ഷേ എന്താണ് ടെറൈൻ റീജിയനാണ്. നമുക്ക് പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് വേണ്ട മസ്ക് ഡിയറിന് വേണ്ട എന്താണ് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ആൽപൈൻ റീജിയനൊക്കെ ആയിരിക്കണം. പക്ഷേ കിഷൻപൂർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടെറൈൻ റീജിയനാണ്. ഓക്കെ, ടെറൈൻ റീജിയൻ എന്ന് വെച്ചാൽ ഒരു വെറ്റ് ലാൻഡ്സ് അങ്ങനത്തെ കുറച്ച് ചതുപ്പ് നില, ആ ഒരു കൺസെപ്റ്റാണ് എന്ത് ടെറൈൻ റീജിയൻ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അവിടെ ഇതിൻ്റെ ജീവിക്കുന്നത് എന്താണ് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ കിഷൻപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മാറ്റാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഏതാണ്? മാനസ് നാഷണൽ പാർക്കാണ്. അതെവിടെയാണ് വരുന്നത്? ആസാമിലാണ് വരുന്നത്. സോ അവിടെ അല്ല. അത് പ്രധാനമായിട്ട് എന്താണ് മാനസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റു ചില സ്പീഷീസ് ഉണ്ട്. നമുക്ക് താഴോട്ട് എഴുതാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിഗ്മി ഹോഗ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഗോൾഡൻ ലെഗൂർ. ഓക്കെ, സോ ഇതൊക്കെ എവിടെ കാണുന്നതാണ്? പ്രധാനമായിട്ടും മാനസിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? അതായത് മസ്ക് ഡിയറിന് പ്രധാനമായിട്ടും നാച്ചുറലി കാണപ്പെടുന്നത് എവിടെയാണ്? അസ്കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും ഗംഗോത്രി നാഷണൽ പാർക്കുമാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 1 and 2 only ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി സ്ഥലങ്ങളോട് നോക്കുക, ബാക്കി സാങ്ച്വറീസ് ആയാലും അല്ലെങ്കിൽ എന്താണ് നാഷണൽ പാർക്ക് ആയാലും നോക്കുക. അവിടുത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഏതാണെന്ന് നോക്കുക. ജസ്റ്റ് അവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക, ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏത് റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കുക. അതൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി പോവുക. അപ്പോൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇതെല്ലാം എന്താണ് യു പി സിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. ഓക്കെ, ഫേവറേറ്റ് ഏരിയാസാണ് അതെല്ലാം. അപ്പോൾ അത് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ന്യൂസിലൊക്കെ ഏതെങ്കിലും വരുന്നെങ്കിൽ അത് നോക്കുക. നെക്സ്റ്റ് 78. ഇൻ റൂറൽ റോഡ് കൺസ്ട്രക്ഷൻ, in use of which of the following is preferred for ensuring environmental sustainability or reduce carbon footprint? First one, copper slag, then cold mix asphalt technology, geotextiles, hot mix asphalt technology, Portland cements. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റൂറൽ റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്, ബട്ട് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? എൻഷുറിങ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എന്താണ് റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരാൻ നോക്കി നമുക്ക് നമ്മുടെ ഒരു ഗസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ എന്താണ് കൺഫേം ആക്കാൻ പറ്റുമോ നോക്കാം. മൂന്നാമത് പറയുന്നത് നോക്കി ജിയോ ടെക്സ്റ്റൈൽസിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് വെച്ചാൽ? ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രിമേബിൾ ഫാബ്രിക്സ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്റ്റൈൽസ്, അതിനാണ് എന്തെന്ന് പറയുന്നത് ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ജൂട്ട് അല്ലെങ്കിൽ കയർ. ഓക്കെ, സോ കയറും ചൂട്ടും ഒക്കെ എന്താണ് ഈ ഒരു ജിയോ ടെക്സ്റ്റൈൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് നമുക്ക് എൻവയോൺമെൻറ്റിന് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇതെല്ലാം എന്താണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് ഇതെല്ലാം. അപ്പോൾ ജൂട്ട് കയറ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതെല്ലാം ജിയോ ടെക്സ്റ്റൈൽസിന് എക്സാമ്പിളാണ്. ഇതൊക്കെ എന്താണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 എന്തായാലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൂടെ എന്താണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് റൂറൽ റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാനും സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് ഇത് നമുക്ക് എന്തായാലും വരും. അപ്പോൾ 3 ഓപ്ഷൻസ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ള എന്താണ് 1, 2, 3, 2, 3, 4. അപ്പോൾ 2ഉം 3ഉം എന്തായാലും കോമൺ ആയിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ്? കോൾഡ് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി, അതും എന്തായാലും വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കോപ്പർ സ്ലാഗ്, ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി, പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഓക്കെ, ഇത് നോക്കി
4 അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാണ് ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി. ഹോട്ട് മിക്സ്, അപ്പോൾ അവിടെ എന്തോ സംതിങ് റിലേറ്റഡ് ടു ഹോട്ടാണ്. അതായത് എന്താണ്, എന്തെങ്കിലും ഹോട്ടാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് കൊടുക്കണം, ചൂട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന് റിസൾട്ട് ആവും, കാർബൺ എമിഷനുള്ള റിസൾട്ട് കൂടുതലാണ്. ഓക്കെ, കാരണം എന്തിനെങ്കിലും നമ്മൾ കത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ നോർമലി അവിടെ എന്താണ് കാർബൺ എമിഷൻ എന്നുള്ളത് പോസിബിൾ ആണ്. സോ ആ ഒരു രീതിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ആ ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ചൂട് കൊടുക്കുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുക എന്നതിന് അർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കാർബൺ എമിഷൻ പോസിബിൾ ആണ്. നമുക്ക് എന്താണ് റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ കാർബൺ എമിഷൻ പോസിബിൾ ആകുമ്പോൾ എന്താണ് അവിടെ കാർബൺ ഫുട് പ്രിൻ്റ് റെഡ്യൂസ് ആവത്തില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 4 നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് ഏത് ഓപ്ഷൻ പോകും, ഓപ്ഷൻ ബിയും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ മാത്രമാണ് 1, 2 and 3 ഓൺലി ആയിരിക്കും. അപ്പോൾ 1 കോപ്പർ സ്ലാഗും അതിൽ വരുന്നതാണ്, 5 പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്താണ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കോപ്പർ സ്ലാഗ്, അതുപോലെ കോൾഡ് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി, അതുപോലെ എന്താണ് ജിയോ ടെക്സ്റ്റൈൽസ്. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് കാർബൺ ഫുട് പ്രിൻ്റ് അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റലി സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി, റൂറൽ റോഡ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് കോപ്പർ സ്ലാഗാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റാണ്. ഈ കോപ്പർ സ്ലാഗ് എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റാണ്. കൂടാതെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോൾ നോർമലി എന്താണ് ഒരു കാര്യത്തിന് ഇതിപ്പോൾ ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടണമെന്ന് പറയാം. നമ്മളിപ്പോൾ അല്ലാണ്ട് എന്താണ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനറൽ എടുക്കുന്നത് എന്താണ് അവിടെ മൈനിങ് കാര്യങ്ങളൊക്കെ വരും. മൈനിങ് വരുമ്പോൾ നോർമലി എന്തായിരിക്കും ഉണ്ടാകുന്നത്, കാർബൺ ഫുട് പ്രിൻറ്റ് കൂടുകയുള്ളൂ. ഓക്കെ, നമ്മൾ മൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റേതായ എനർജി കൊടുക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് എക്സ്റ്റേണൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പൊല്യൂഷനുള്ള ചാൻസ് കൂടത്തേ ഉള്ളൂ. ബട്ട് ഇവിടെ കോപ്പർ സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ബൈ പ്രോഡക്റ്റാണ്. ഓക്കെ, അത് ഇൻഡസ്ട്രിയലിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രത്യേകം അവിടെ വേറെ കാര്യങ്ങളൊന്നും എടുക്കേണ്ട. ഒരു കോപ്പർ സ്ലാഗ് കിട്ടാനായിട്ട് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് കോപ്പർ സ്ലാഗ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ് അവിടെ മൈനിങ്ങിൻ്റെ എക്സ്ട്രാ മൈനിങ് കാര്യങ്ങളുടെ ആവശ്യമില്ല. സോ അതുകൊണ്ട് എന്താണ് അതെന്തായാലും വരും. ദെൻ പറയുന്നത് കോൾഡ് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജിയാണ് പറയുന്നത്. അവിടെ ഹീറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് ഹൈ ടെമ്പറേച്ചറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, കോൾഡ് മിക്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് അത് ഫ്യൂൽ കൺസംഷനും എലിമിനേറ്റ് ചെയ്യും, അതുപോലെ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എലിമിനേഷനും എന്താണ് വളരെയധികം കുറയ്ക്കും. സോ അതാണ് എന്ത് കോൾഡ് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി വരുന്നത്. ജിയോ ടെക്സ്റ്റൈൽസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് എന്താണ് ജൂട്ട് കയർ പോലുള്ള ജിയോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്താണ് നാച്ചുറലി ഒക്യൂറിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ നോർമലി ടെമ്പറേച്ചർ കൊടുക്കണം. ഏകദേശം ഇവിടെ 150 മുതൽ 170 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസ് മുതൽ 170 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അവിടെ ഹൈ എമിഷൻ ഓഫ് കാർബണും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് ഒരിക്കലും എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ കാർബൺ ഫുട് പ്രിൻ്റ് അതായിരിക്കും കൂടുതലായിരിക്കും. ദെൻ പിന്നെ പറയുന്നത് എന്താണ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ടെക്നോളജിയാണ്. ഈ സിമെൻറ്റിൻ്റെ മേക്കിങ്. ഓക്കെ, എന്ത് കാര്യമായാലും സിമെൻറ്റ് മേക്കിങ് വരുമ്പോൾ എന്താണ് അവിടെ ഒരുപാട് കാർബൺ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, കാർബൺ എന്താണ് എമിഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് സിമെൻറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് അത് നമുക്ക് കൺസിഡർ പറ്റില്ല. സോ അങ്ങനെയാണ് നമ്മൾ ഏത് ഓപ്ഷനിൽ എത്തിയത്, ഓപ്ഷൻ എ 1, 2 and 3 എത്തിയത്. ഓക്കെ, സോ അതാണ് 78ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 79. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോൾ ആഷ് കണ്ടെയ്ൻസ് ആർസെനിക്, ലെഡ് ആൻഡ് മെർക്കുറി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് coal fired power plants release sulfur dioxide and oxides of nitrogen into the environment. Third statement high ash content is observed in Indian coal. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ശരിയെന്ന് ചോദിച്ചേക്കുന്നു. ഫസ്റ്റ് പറയുന്നത് എന്താണ് കോൾ ആഷ് കണ്ടെയ്ൻ ആഴ്സനിക്, ലെഡ് ആൻഡ് മെർക്കുറി. ഓക്കെ, കോൾ ആഷിൽ എന്താണ് ആഴ്സനിക്, ലെഡ്, മെർക്കുറിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം കോളിൻ്റെ എന്താണ് കോൾ ആഷിൻ്റെ എന്താണ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ കൺസിഡർ ചെയ്യുക. അത് കൂടുതലും ബൈ പ്രോഡക്ട്സ് എല്ലാം എന്തായിരിക്കും ടോക്സിക് എലമെൻറ്റ്സ് ആയിരിക്കും. സോ അതിൽ വരുന്ന ഏതൊക്കെയാണ് ആഴ്സനിക് ആയാലും ലെഡ് ആയാലും മെർക്കുറി ആയാലും എന്താണ് എല്ലാം അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ് coal fired power plants release sulfur dioxide and oxides of nitrogen. coal fired power plants എന്താണ് സൾഫർ ഡയോക്സൈഡും അതുപോലെ എന്താണ് നൈട്രജൻ ഡയോക്സൈഡും പുറത്തു വിടുന്നതാണ് പറയുന്നത്. സോ അത് എന്താണ് ശരിയാണ്. കോളുമായിട്ട് റിലേറ്റ് ആയിരുന്ന സൾഫർ ഡയോക്സൈഡ് ആയാലും ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് അതുപോലെ എന്താണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇതും എന്താണ് റിലീസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആയാലും സൾഫർ ഡയോക്സൈഡ് എന്തിനാണ് കാരണമാകുന്നത് നമുക്കറിയാവുന്നതാണ്. ഇത് രണ്ടും എന്താണ് ആസിഡ് റെയിനിന് പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദെൻ
ഹൈ ആഷ് കണ്ടന്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യൻ കോൾ. ഇന്ത്യൻ കോളിലാണ് ഹൈ ആഷ് കണ്ടന്റ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുക. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏകദേശം 40 to 45% ഓഫ് ആഷ് കണ്ടന്റ് ആണ് എന്ത് ഇന്ത്യൻ കോളിലുള്ളത്. സോ ഏകദേശം 40 to 45% ആഷ് കണ്ടന്റ് എന്താണ് ഇന്ത്യൻ കോളിലുണ്ട്. സോ അത് ഒരുപാട് എൻവയോൺമെൻറ്റ് പൊല്യൂഷനൊക്കെ കാരണമാകുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 and 3 ആയിരിക്കും. 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് കോൾ ആഷ് കണ്ടെയ്ൻ ആഴ്സനിക്, ലെഡ് ആൻഡ് മെർക്കുറി, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത് കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് റിലീസ് സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അതും ശരിയാണ്. കാരണം ഈ സൾഫർ ഡൈ ഓക്സൈഡും ഓക്സൈഡ്സ് ഓഫ് നൈട്രജനൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് എന്താണ്? ഹൈ ആഷ് കണ്ടന്റ് ഒബ്സർവ് ചെയ്യുന്നത് ഇന്ത്യൻ കോളിലാണ്. എസ്പെഷ്യലി ഇറ്റ്സ് 40 to 45% ആണ്. ഓക്കെ, സോ അതാണ് 79ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. 1, 2 and 3 3 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് ശരിയാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 80. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബയോചാർ ഇൻ ഫാമിംഗ്? ഓക്കെ, ഫാമിങ്ങിൽ ബയോചാറിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ബയോചാർ ക്യാൻ ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ഗ്രോയിങ് മീഡിയം ഇൻ വെർട്ടിക്കൽ ഫാമിംഗ്. സെക്കൻഡ് വൺ, when biochar is a part of growing medium, it promotes the growth of nitrogen fixing microorganisms. Third statement, when biochar is a part of the growing medium, it enables the growing medium to retain water for longer time. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ബയോചാർ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ബയോചാർ എന്ന് പറയുന്നത്? ബയോചാർ എന്ന് പറഞ്ഞാൽ ഇതൊരു ചാർക്കോൾ ലൈക്ക് മെറ്റീരിയലാണ്. ഓക്കെ, പക്ഷേ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റിംഗ് biomass in the absence of ഏതാണ്? ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ്റെ ആബ്സെൻസിൽ ബയോമാസിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാകുന്നത്? ബയോചാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, സോ ബയോചാർ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ചാർക്കോൾ ലൈക്ക് മെറ്റീരിയലാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹീറ്റിംഗ് ഓഫ് ബയോമാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, ബയോമാസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത്? ബയോചാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു ബയോചാർ ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബയോമാസ് എന്ന് വെച്ചാൽ ബയോചാർ എന്ന് വെച്ചാൽ എന്താണ്? പൈറോളിസിസ് പ്രോസസ്സ് വഴി കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഒരു ചാർക്കോൾ ലൈക്ക് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ഈ ബയോചാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ബയോചാർ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ബയോമാസിന് ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത്? ഈ ബയോചാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്താണ് ബയോമാസിനെ, ഓക്കെ, അതിന് നമ്മൾ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ നോർമലി അതെന്തായിരിക്കും? നല്ലൊരു മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗമാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ബയോചാർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് മീഡിയം ഇൻ ദ വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിംഗിൽ എന്താണ്? ഒരു ഗ്രോയിങ് മീഡിയം ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? ഇത് ഗ്രോത്ത് മീഡിയത്തിലേക്ക് എന്താണ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് പറയുന്നത്, when biochar is a part of the growing medium, it promotes the growth of nitrogen fixing microorganisms. Okay, when biochar is a part of growing medium, okay, biochar എന്താണ്? ഗ്രോയിങ് മീഡിയത്തിൻ്റെ പാർട്ട് ആകുമ്പോൾ it promotes the growth of nitrogen fixing microorganisms. അതെന്താണ്? നൈട്രജൻ ഫിക്സിങ് മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. കാരണം എന്താണ്? ബയോചാർ ഗ്രോയിങ് മീഡിയത്തിൻ്റെ പാർട്ട് ആകുമ്പോൾ അതിന് ഇറ്റ് ക്യാൻ പ്രൊമോട്ട് നൈട്രജൻ ഫിക്സിങ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? when biochar is a part of the growing medium, it enables the growing medium to retain water for longer time. Okay, so normally biochar എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഹൈ സർഫസ് ഏരിയ ഉണ്ട്. ഹൈ സർഫസ് ഏരിയയാണ് ബയോചാറിനുള്ളത്. ഹൈ സർഫസ് ഏരിയ, അതുപോലെ എന്താണ്? പോറോസിറ്റി ഉണ്ട്. ഓക്കെ, ഹൈ സർഫസ് ഏരിയയും പോറോസിറ്റി എന്താണ്? ബയോമാസിനുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതിന് എന്തുപോലെ ആക്ട് ചെയ്യാൻ പറ്റും? ഒരു സ്പോഞ്ച് പോലെ എന്താണ്? ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചറാണുള്ളത്. കാരണം ഹൈ സർഫസ് ഏരിയ ഉണ്ട്, അതുപോലെ എന്താണ്? പോറോസിറ്റി അതിൽ കൂടാണ്, പോർസും എന്താണ്? ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്താണ്? അതൊരു സ്പോഞ്ച് ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ബയോചാർ. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത്? അതിന് സോയിലിലെ വാട്ടർ എന്താണ്? ഒരുപാട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഓക്കെ, സോ ഇൻക്രീസ് വാട്ടർ holding capacity of
സോയിൽ. ഓക്കെ, സോ ഇൻക്രീസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ആൻഡ് അതുകൊണ്ട് എന്താണ് ഒരുപാട് നാൾ മോയ്സ്ചർ എന്താണ് ആലോചിക്കുകയും ചെയ്യും. കാരണം എന്താണ് ഇവിടെ പറയുന്നത് റിറ്റെയിൻ വാട്ടർ ഫോർ ലോങ്ങർ ടൈം. അതുകൊണ്ട് എന്താണ് ഒരുപാട് ടൈം എന്താണ് വാട്ടർ റിറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും എന്താണ് അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ബയോചാർ വെച്ച് നോക്കുമ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. അപ്പോൾ എന്താണ് ബയോചാർ എന്ന് പറഞ്ഞാൽ ബയോമാസിനെ ഓക്സിജൻ്റെ ആബ്സെൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത്. ഒരു ചാർക്കോൾ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത് ബയോചാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഗ്രോയിങ് വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഗ്രോയിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ബയോചാർ ഈസ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് മീഡിയം ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് നൈട്രജൻ ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, നൈട്രജൻ ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ആൾസോ ഇറ്റ് ക്യാൻ റിറ്റെയിൻ വാട്ടർ ഫോർ ലോങ്ങർ ടൈം. എന്നാൽ ലോങ്ങർ ടൈം വാട്ടർ റിറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If a particular plant species is placed under Schedule 6 of the Wildlife Protection Act 1972, what is the implication? ഓക്കെ, സോ ഇത് 2020 ക്വസ്റ്റ്യൻ ആണ്. ഇതിന് പിന്നീട് എന്താണ് ചേഞ്ച് വന്നിട്ടുണ്ട്. 2021 എന്താണ് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് 2020 വെച്ച് ഇതിന് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇഫ് എ പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് ഇസ് പ്ലേസ്ഡ് അണ്ടർ ഷെഡ്യൂൾ 6 ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഒരു പ്ലാന്റ് സ്പീഷീസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്ത് അതിന് എന്ത് ഇംപ്ലിക്കേഷനാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ license is required to cultivate the plant. Option B, such a plant cannot be cultivated under any circumstances. Option C, it's a genetically modified crop plants. Option D, such a plant is invasive and harmful to the ecosystem. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതിൻ്റെ കൾട്ടിവേഷൻ എന്താണ്? ലൈസൻസ് റിക്വേർഡ് ആണ്. ഓക്കെ, ഷെഡ്യൂൾ 6 വരുന്ന പ്ലാന്റ് സ്പീഷീസിന് എന്താണ് കൾട്ടിവേഷന് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. സോ അതാണ് ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. ഇതെന്താണ് 2021 വരെ എന്താണ് ഓക്കെ ആയിരുന്നു. ഓക്കെ, അതായത് 2021 വരെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം 6 പാർട്സാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 6 പാർട്സാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പക്ഷേ 2021 കഴിഞ്ഞപ്പോൾ എന്താണ് 2020 വരെ 6 പാർട്സ് ഉണ്ടായിരുന്നു. 2021 കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൽ ചെറിയ അമെൻമെൻറ്റ്സ് വരുത്തി. ഓക്കെ, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻമെൻറ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻമെൻറ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2021. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് 2021 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചെറിയ ചില മാറ്റങ്ങൾ വന്നു. 6 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നതിനെ എത്രയാക്കി റെഡ്യൂസ് ചെയ്തു? 4 ഷെഡ്യൂളാക്കി റെഡ്യൂസ് ചെയ്തു. നമുക്ക് താഴോട്ട് എഴുതാം. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 4 അങ്ങനെ 4 ഷെഡ്യൂളാക്കി റെഡ്യൂസ് ചെയ്തു. അതിൽ ഷെഡ്യൂൾ 1 വരുന്നത് എന്താണ്? ഹൈ പ്രൊട്ടക്ഷൻ സ്പീഷീസ്. ഓക്കെ, അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വരുന്ന സ്പീഷീസ്. ഓക്കെ, ഹൈ പ്രൊട്ടക്ഷൻ സ്പീഷീസ്. ദെൻ ഷെഡ്യൂൾ 2 വരുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ലോ പ്രൊട്ടക്ഷൻ സ്പീഷീസ് ആണ് ഷെഡ്യൂൾ 2 വരുന്നത്. ഷെഡ്യൂൾ 3 വരുന്നതാണ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസ്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസ്. ദെൻ ഇനി ഒരു ഷെഡ്യൂൾ 4 ഉണ്ട്. ആ ഷെഡ്യൂൾ 4 വരുന്ന പ്രധാനമായിട്ട് എന്താണ്? സൈറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സൈറ്റ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനാണ് വരുന്നത്. ഓക്കെ, സൈറ്റ്സിൽ സ്പീഷീസ് ലിസ്റ്റഡ് അണ്ടർ സൈറ്റ്സ്. ഓക്കെ, സൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. അതാണ് സൈറ്റ്സിൻ്റെ വരുന്നത്. അപ്പോൾ സൈറ്റ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്പീഷീസിന് എന്ത് ഷെഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ 2021 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം എന്തൊക്കെയാണ് ഉണ്ടായത്? 6 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് 4 ഷെഡ്യൂളാക്കി റെഡ്യൂസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ വരുന്നത് ഹൈ പ്രൊട്ടക്ഷൻ സ്പീഷീസ് ആണ് വരുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിൽ എന്താണ് വരുന്നത്? ലോ പ്രൊട്ടക്ഷൻ ലിസ്റ്റ് ഓഫ് സ്പീഷീസ് ആണ്. തേർഡ് ഷെഡ്യൂൾ വരുന്നത് പ്ലാന്റ് സ്പീഷീസ് ആണ്. പ്രൊട്ടക്ഷൻ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആണ്. ആൻഡ് ഫോർത്ത് ഷെഡ്യൂളിൽ വരുന്നത് സൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീഷീസ് ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് 81ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നതാണ് എ ആണ്. ബട്ട് ഇനി നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്? ഈ 2021 അമെൻമെൻറ്റ്സ് വെച്ചായിരിക്കും നമുക്ക് എന്ത് ആൻസർ എഴുതേണ്ടത്. കാരണം 2020 വരെ എന്തായിരുന്നു? പഴയ ഒരു ലിസ്റ്റ് ആയിരുന്നു, 6 ലിസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് 2021 ഒരു ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ എന്താണ്? നമ്മൾ ഇനി 4 ലിസ്റ്റേ ഉള്ളൂ, 4 ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിൽ എന്താണ് ആൻസർ കൺസിഡർ ചെയ്യണം, ആൻസർ എഴുതാം. നെക്സ്റ്റ് 82. With reference to the period of Gupta dynasty in ancient India, the towns Gandashala, Kadura and Chaul were well known as ports handling foreign trades, capitals of powerful kingdoms, places of exquisite stone art and architecture,
ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സെൻറ്റർ. സോ ഗുപ്ത ഡൈനസ്റ്റിയിൽ ഖന്തശാല, കദൂര ആൻഡ് ചൗൾ ഇതൊക്കെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് നമ്മൾ ഗുപ്ത ഡൈനസ്റ്റിയൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പോർട്ട് സിറ്റീസാണ്, അല്ലെങ്കിൽ പോർട്ട്സ് ഹാൻഡ്ലിങ് ഫോറിൻ ട്രേഡാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഗുപ്ത ഡൈനസ്റ്റിയിൽ ഇതെല്ലാം എന്താണ്? പോർട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ഇതിലിപ്പം ഫസ്റ്റ് വരുന്ന ഖന്തശാലയും കദൂരയും എന്ന് പറയുന്നത് ഇത് രണ്ടും എവിടെയാണ്? പ്രധാനമായിട്ടും ഈസ്റ്റേൺ കോസ്റ്റിലുണ്ടായിരുന്ന പോർട്ട്സാണ്. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റിലെ സീ പോർട്ടാണെന്ത്? ഈ രണ്ടെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് റീജിയനിലാണ്, ആന്ധ്ര റീജിയനിലാണ് ഇത് വരുന്നത്. ഓക്കെ, അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ ആ റീജിയൻ, ബേ ഓഫ് ബംഗാളിലാണ് ഇത് ഈ ഖന്തശാലയും അതുപോലെ എന്താണ് കദൂരയും വരുന്നത്. ചൗൾ വരുമ്പോൾ എന്താണ്? അത് വെസ്റ്റ് കോസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ മുകളിലോട്ട് എഴുതാം. ചൗൾ എവിടെയാണ്? വെസ്റ്റ് കോസ്റ്റാണ്. അതായത് നമ്മളിപ്പോഴത്തെ മോഡേൺ ഡേ മഹാരാഷ്ട്രയിൽ, മോഡേൺ ഡേ മഹാരാഷ്ട്രയിലാണ് ഇത് വരുന്നത്, ചൗൾ വരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിൽ അല്ലെങ്കിൽ ആന്ധ്രയിലെ റീജിയനിലുണ്ടായിരുന്ന ഖന്തശാലയും കദൂരയൊക്കെ ഏത് റീജിയനായിട്ടുള്ള ട്രേഡിനായിരുന്നു? സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന, അവിടെയൊക്കെ ട്രേഡിങ്ങിനായിരുന്നു എന്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ എന്താണ് ചൈന, അതിനൊക്കെ വേണ്ടിയുള്ള ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ അതേപോലെ എന്താണ് വെസ്റ്റ് കോസ്റ്റിലാകുമ്പോൾ നോർമലി ഏത് എംപയറുമായിട്ടാണ്? റോമൻ എംപയർ, അതുപോലെ പേർഷ്യ, ദെൻ അറേബ്യൻ പെനിൻസുല, ആ ഒരു റീജിയനായിട്ട് അറേബ്യൻ പെനിൻസുല. ഓക്കെ, സോ അതായിരുന്നു ഇത് വെസ്റ്റ് കോസ്റ്റിൽ ഇത് ചൗൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഖന്തശാല, കദൂര ഇത് രണ്ടും എന്താണ്? ഈസ്റ്റ് കോസ്റ്റിലായിരുന്നു, ആന്ധ്ര റീജിയനിലാണ്, ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തായിരുന്നു. ആൻഡ് ആൾസോ ഇത് പ്രധാനമായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടും ചൈനയായിട്ടൊക്കെ ട്രേഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഈ ചൗൾ വരുമ്പോൾ എന്താണ്? അത് വെസ്റ്റ് കോസ്റ്റിലാണ്, നമ്മുടെ മോഡേൺ ഡേ മഹാരാഷ്ട്രയിലാണ്. സോറി, അത് പ്രധാനമായിട്ടും എന്താണ്? റോമൻ എംപയർ, അതുപോലെ പേർഷ്യ, കൂടാതെ എന്താണ് അറേബ്യൻ പെനിൻസുല, ആ റീജിയനുമായിട്ടുള്ള ട്രേഡിനാണ് എന്താ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? പോർട്ട് ഹാൻഡ്ലിങ് ഫോറിൻ ട്രേഡ്സ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പേരുകളല്ല, ഈ സിറ്റീസ് എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ്? നമ്മൾ മറ്റ് പോർട്ട്സും കൂടെ നോക്കണം. ആ ടൈമിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ടൈമിലോ അതിന് മുമ്പ് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് പോർട്ട്സിൻ്റെയൊക്കെ പേരെന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം പോർട്ട്സ് UPSC ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേറെ നോക്കുന്നത് നമുക്ക് ഏതൊക്കെ നോക്കാം? ഫോർ എക്സാമ്പിൾ കാവേരിപട്ടണം. കാവേരിപട്ടണത്തിന് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയോ? ഇറ്റ് ഈസ് പുഹർ. ഓക്കെ, കാവേരിപട്ടണം അല്ലെങ്കിൽ പുഹർ. ദെൻ അതുപോലെ എന്താണ്? തൊണ്ടി. ഓക്കെ, തൊണ്ടി. ഇത് രണ്ടും എന്താണ്? കാവേരിപട്ടണവും തൊണ്ടിയൊക്കെ എന്താണ്? പുഹറും തൊണ്ടിയൊക്കെ എന്താണ്? ഏത് കിങ്ഡത്തിൻ്റെയാണ്? പാണ്ഡ്യ റീജിയനിൽ, പാണ്ഡ്യ കിങ്ഡത്തിൻ്റെ ആയിരുന്നു കാവേരിപട്ടണവും പുഹർ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഏതുണ്ട്? മാമല്ലപുരം. മാമല്ലപുരം പറയുമ്പോൾ ഏത് ഡൈനസ്റ്റിയാണ്? പല്ലവ ഡൈനസ്റ്റിയാണ്. ഓക്കെ, മാമല്ലപുരം പറയുമ്പോൾ പല്ലവ ഡൈനസ്റ്റിയാണ്. ദെൻ എന്താണ്? അരിക്കമേടുണ്ട്. അരിക്കമേട് ഏതിൻ്റെയാണ്? ചോള ഡൈനസ്റ്റിയുടെയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ആയിട്ട് എഴുതാം. അരിക്കമേട് ചോള ഡൈനസ്റ്റിയാണ്. പിന്നെ ഏറെ എഴുതുന്നുണ്ട് ബറൂച്ചൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ മുന്നേ പോകുന്നുണ്ട്. അതായത് നമ്മുടെ മൗര്യ, അതുപോലെ വെസ്റ്റേൺ ക്ഷത്രപ, പിന്നെ ഗുപ്തർ യൂസ് ചെയ്യുന്നുണ്ട്, ബറൂച്ച്, ഗുപ്ത. പിന്നെ ഗുർജര പ്രതിഹാര യൂസ് ചെയ്യുന്നുണ്ട്, ഗുർജര പ്രതിഹാര. ഓക്കെ, സോ അവിടേക്കാണ് എന്ത്? ബറൂച്ച് പോർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുണ്ട് മൊസൂരീസ് ഉണ്ട്. അതെന്താണ്? ചേര പോർട്ടാണ്. പ്രധാനം നമ്മുടെ കേരള റീജിയനിലൊക്കെ ഉള്ളതാണ് ഇത് മൊസൂരീസ് വരുന്നത്. അതെന്താണ്? ചേര പോർട്ടാണ് വരുന്നത്. പിന്നെ പൂംബുഹറുണ്ട്, അതെവിടെയാണ്? ചോള പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോർട്ട് സിറ്റീസ് ആ ടൈമിലുണ്ട്. അപ്പോൾ അതെന്താണ്? ജസ്റ്റ് നോക്കി വയ്ക്കുക, ഏത് ഡൈനസ്റ്റിയുടെ കീഴിലാണ് ഈ പോർട്ട്സൊക്കെ വരുന്നത് കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2-3 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ അധികം പോർട്ട്സുകളുണ്ട്, അതും കൂടെ നോക്കി വയ്ക്കുക. വെസ്റ്റേൺ കോസ്റ്റിൽ വരുന്നത്, അതുപോലെ എന്താണ് ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്നത് കൂടെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നോക്കി വയ്ക്കണം. നെക്സ്റ്റ് 83 പോവാം. വാട്ട് ഈസ് ഓർ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സീറോ ടില്ലേജ് ഇൻ അഗ്രികൾച്ചർ? ഓക്കെ, അഗ്രികൾച്ചർ സീറോ ടില്ലേജ് ചെയ്താൽ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, sowing of wheat is possible without burning the residue of previous crop. Second one, without the need for nursery of rice saplings, direct planting of paddy seeds in the wet soil is possible. Option 3, carbon sequestration in the soil is possible. അപ്പം സീറോ ടില്ലേജ് ഇൻ അഗ്രികൾച്ചർ അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്?
സോയിങ് ഓഫ് വീറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ബേണിംഗ് ദ റെസിഡ്യൂ ഓഫ് പ്രീവിയസ് ക്രോപ്സ്. പ്രീവിയസ് ക്രോപ്സിൻ്റെ റെസിഡ്യൂ ബേൺ ചെയ്യാതെ എന്താണ് നമുക്ക് വീറ്റ് സോ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം സീറോ ടില്ലേജ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സോയിലിനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ആ ട്രഡീഷണൽ പ്ലോയിങ് മെത്തേഡ് എന്താണ് അവോയ്ഡ് ചെയ്യുക. അതിനാണ് എന്ന് പറയുന്നത് സീറോ ടില്ലേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലോ ചെയ്യാനായിട്ട് പാടില്ല. ആ ട്രഡീഷണൽ പ്ലോയിങ് മെത്തേഡ് അവോയ്ഡ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സീറോ ടില്ലേജ് എന്ന് പറയുന്നത്. So, sowing of wheat is possible without without burning the residue of previous crops. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് പ്രീവിയസ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റൈസ് പോലുള്ള ക്രോപ്സ് ഉണ്ട്. സോ അതൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് ഡയറക്റ്റ്ലി നമുക്ക് എന്താണ് ഇത് വീറ്റിന് അതിലേക്ക് സോ ചെയ്യാനായിട്ട് പറ്റും. സോ അത് ശരിയാണ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരൊക്കെയാണ് എന്ത് ഹാപ്പി സീഡർ എന്ന് പറയുന്നത്. ഹാപ്പി സീഡർ. ഓക്കെ, അതൊരു യൂണിക് ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഹാപ്പി സീഡർ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്? സോ അത് ശരിയാണ്. ദെൻ വിതൗട്ട് ദ നീഡ് ഫോർ നഴ്സറി ഓഫ് റൈസ് സാപ്ലിങ്സ് ഡയറക്റ്റ് പ്ലാന്റിംഗ് ഓഫ് പാഡി സീഡ്സ് ഇൻ ദ വെറ്റ് സോയിൽ ഈസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ റൈസ് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്? അതായത് എന്താണ് നഴ്സറിയിൽ വെച്ച് എന്താണ് അതിന് റൈസ് സാപ്ലിങ്സ് ചെയ്യുന്നു, അതിനെന്താണ് ചെറിയ പ്ലാന്റ്സ് ആക്കി മാറ്റിയിട്ട് അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രഡീഷണൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രോയിങ് സാപ്ലിങ്സ് ഇൻ ദ നഴ്സറി ആൻഡ് ട്രാൻസ്പ്ലാന്റിങ് ഇൻ ദ ഫീൽഡ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈസിൻ്റെ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് ഈ ഒരു സീറോ ടില്ലേജ് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിത്തൗട്ട് ദ നീഡ് ഓഫ് നഴ്സറി ഓഫ് റൈസ് സാപ്ലിങ്സ്. എന്താണ് റൈസ് സാപ്ലിങ്സ് നഴ്സറി വെച്ച് ഇത് ചെയ്തിട്ട് പിന്നെ കൊണ്ടുവന്ന് അറിയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് സോ ചെയ്യാം? റൈസിനെ സോ ചെയ്ത് എന്താണ് നമുക്ക് റൈസിൻ്റെ കൃഷി നടത്താം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോസസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ മൂന്നാമത് പറയുന്നത് എന്താണ് കാർബൺ സെക്വസ്ട്രേഷൻ ഓഫ് സോയിൽ ഈസ് പോസിബിൾ. ഓക്കെ, സോ നമ്മളെന്താണ് സോയിലിനെ ടേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ് സോയിലിനെ ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് നോർമലി കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? സോയിൽ ട്രാപ്പായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് റിലീസ് ആവാതെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസായി എന്താണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്താണ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതും എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ സോയിൽ ടിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സോയിൽ എന്താണ് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? സോയിലിന് കാർബൺ എന്താണ് അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അത് പുറത്ത് വരുന്നില്ല. അതുകൊണ്ട് എന്താണ് സോയിലിന് ആ ഒരു ഓർഗാനിക് മാറ്റർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. 3 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് ശരിയാണ്. അപ്പോൾ സീറോ ടില്ലേജിന് അഗ്രികൾച്ചർ പറയുന്നത് എന്താണ്? അത് സോയിങ് ഓഫ് വീറ്റ് ഈസ് പോസിബിൾ ആണ് വിത്തൗട്ട് ബേണിംഗ് ദ റെസിഡ്യൂ ഓഫ് പ്രീവിയസ് ക്രോപ്സ്. ദെൻ വിത്തൗട്ട് ദ നീഡ് ഓഫ് നഴ്സറി ഓഫ് റൈസ് സാപ്ലിംഗ് ഡയറക്റ്റ് പ്ലാന്റിംഗ് ഓഫ് പാഡി സീഡ്സ് ഇൻ ദ വെറ്റ് സോയിൽ ഈസ് പോസിബിൾ. ദെൻ കാർബൺ സെക്വസ്ട്രേഷൻ ഇൻ ദ സോയിൽ ഈസ് പോസിബിൾ. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ്. ഓക്കെ, സോ അതാണ് 83 വരുന്നത്. നെക്സ്റ്റ് നോക്കാം 84. According to India's national policy on biofuels, which of the following can be used as raw material for the production of biofuels? ഓക്കെ, അപ്പം ബയോഫ്യൂൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഇത് ഏതൊക്കെ യൂസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ കസാവ, ദെൻ ഡാമേജ്ഡ് വീറ്റ് ഗ്രെയിൻസ്, ദെൻ ഗ്രൗണ്ട് നട്ട് സീഡ്സ്, ഹോഴ്സ് ഗ്രാം, റോട്ടഡ് പൊട്ടറ്റോസ്, ഷുഗർ ബീറ്റ്സ്. അപ്പോൾ ഇത് ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് പറഞ്ഞിരിക്കുന്നതാണ് റോ മെറ്റീരിയൽസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽസിൻ്റെ റോ മെറ്റീരിയൽസിന് വേണ്ടി നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ഏതാണ്? ഇന്ത്യസ് നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ്. ഓക്കെ, നാഷണൽ പോളിസി ഓഫ് ബയോഫ്യൂൽസ് പ്രകാരം. അപ്പോൾ ഈ നാഷണൽ പോളിസി ഓഫ് ബയോഫ്യൂൽസ് പ്രകാരം എന്താണ് നമുക്ക് നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എന്താണ് ഓയിലായാലും അല്ലെങ്കിൽ മറ്റ് ഫുഡ് ഐറ്റംസ് ആയാലും അതെന്താണ് നമുക്ക് എഡിബിൾ ഓയിലൊന്നും എന്താണ് ഇതിന് വേണ്ടി കളയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലായി ഗ്രൗണ്ട് നട്ട് സീഡ് നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഗ്രൗണ്ട് നട്ട് എന്താണ് നമുക്ക് എഡിബിൾ ഓയിലിൽ വരുന്നതാണ്. സോ 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കളയാൻ പറ്റും? ബി, സി, അതുപോലെ ഡിയും കളയാം. അപ്പോൾ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. 1, 2, 5 and 6 ആയിരിക്കും. ഓക്കെ, സോ 1, 2, 5, 6. അപ്പോൾ 3ഉം 4ഉം എന്താണ് നമുക്കില്ല. ഗ്രൗണ്ട് നട്ട് സീഡ് ആയാലും ഹോഴ്സ് ഗ്രാം ആയാലും എന്താണ് അത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ആയാലും ഫുഡ് ക്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഹോഴ്സ് ഗ്രാം എന്താണ് ഫുഡ് ക്രോപ്സ് ആണ്. അതുപോലെ ഗ്രൗണ്ട് നട്ട് സീഡ് എന്താണ് അതൊരു എഡിബിൾ ഓയിലാണ്. സോ അത് രണ്ടും നമുക്ക് എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബാക്കി കസാവ ആയാലും ഡാമേജ്ഡ് വീറ്റ് ഗ്രെയിൻസ് ആയാലും ദെൻ റോട്ടഡ് പൊട്ടറ്റോസ് ആയാലും ഷുഗർ ബീറ്റ്സ് ആയാലും ഇതെല്ലാം എന്താണ് നമുക്ക് ബയോഫ്യൂൽസിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ബയോഫ്യൂൽസ് പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് 84ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നത് ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 5 and 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ? ഓക്കെ, സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ ഏതാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഇൻ ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ ഓപ്ഷൻ എ
long-term damage done by a ton of carbon dioxide emission in a given year. Option B, requirement of fossil fuels for the country to provide goods and services to its citizens based on the burning of those fuels. Option C, efforts put in by a climate refugee to adapt to live in a new place. Option D, contribution of an individual person to the carbon footprint on the planet Earth. അപ്പോൾ ഇതിൽ ഏതാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ ഇൻ മെഷർ ഇൻ മൊണറ്ററി വാല്യൂ ഓഫ് ദ ഏതായിട്ടാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു എക്കണോമിക് മെട്രിക് ആണ്. ഓക്കെ, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ ടോട്ടൽ മൊണറ്ററി വാല്യൂ ഓഫ് ലോങ് ടേം ഡാമേജ് ഡൺ ബൈ എ ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഇൻ എ ഗിവൺ ഇയർ. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാനല്ല, അതെന്താണ് ഒരു അതിൻ്റെ ഒരു ഇതായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് പറയുന്നത്? ലോങ് ടേം ഡാമേജ് ഡൺ ബൈ എ ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ്റെ ഗിവൺ ഇയർ ആണ്. ഓക്കെ, സോ അതാണ് 85ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സോ ലോങ് ടേം ഡാമേജ് ഡൺ ബൈ എ ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ്റെ ഗിവൺ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 86. With reference to pulse production in India, consider the following statements. First one, black gram can be cultivated as both kharif and rabi crops. Second one, green gram alone accounts for nearly half of pulse production. Third one, in last 3 decades, while the production of kharif pulses has increased, the production of rabi pulses has decreased. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മൂന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വളരെ എക്സ്ട്രീം ആയിട്ടാണ് പറയുന്നത്. എന്താണ്? ലാസ്റ്റ് 3 ഡെക്കേഡ്സിൽ ലാസ്റ്റ് 3 ഡെക്കേഡ്സിൽ ഖാരിഫ് പൾസസ് ഇൻക്രീസ് ആവുന്നുണ്ട്, അതുപോലെ പക്ഷേ എന്താണ് റാബി പൾസസ് ഡിക്രീസ് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ്? എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഖാരിഫ് ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷേ റാബി എന്താണ് അതേ സമയം ഡിക്രീസ് ആവുമെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം രണ്ട് പൾസസും എന്താണ് മേ ബി ഇൻക്രീസ് ആവാം. ഓക്കെ, എന്നൊരു ഇത് നമുക്ക് അവിടെ ഉണ്ട്. കാരണം ഇത് എല്ലാം എന്താണ് ഫുഡ് ക്രോപ്സ് ആണ്. അപ്പോൾ എന്താണ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി റാബിയാണ് ഇത് ഒരുപാട് പ്രൊഡ്യൂസൊക്കെ ചെയ്യുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യുമ്പം ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 1 only ഉണ്ട്, 2 only ഉണ്ട്. ഓക്കെ, ഒന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ്. അപ്പോൾ ബ്ലാക്ക് ഗ്രാം നമ്മൾ എന്താണ് ബോത്ത് ഖാരിഫായിട്ട് യൂസ് ചെയ്യുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, റാബി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. മൺസൂൺ ടൈമിൽ നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, വിൻ്റർ ടൈമിൽ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അതായത് ഖാരിഫ് ടൈം ആകുമ്പോൾ മൺസൂൺ ടൈം, അതുപോലെ റാബി ടൈം ആകുമ്പോൾ എന്താണ് വിൻ്റർ ടൈമാണ് വരുന്നത്. അപ്പോൾ രണ്ട് ടൈമിൽ എന്താണ് നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. സോ അത് ശരിയാകുമ്പോൾ നമുക്ക് 1 only മാത്രമായിരിക്കും നമ്മൾ ആൻസർ വരുന്നത്. ഇനി പറയുന്നത് എന്താണ്? ഗ്രീൻ ഗ്രാം എലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് പൾസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രാം അല്ല, അതെന്താണ് നോർമൽ ഗ്രാമാണ്. ഓക്കെ, നോർമൽ ഗ്രാമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചിക്പി എന്ന് പറയും. ചിക്പി ആണെന്ന് പറയുന്നത് ഡൊമിനൻ്റ് പൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഏകദേശം 40 to 50% എന്താണ് ടോട്ടൽ പൾസിൻ്റെ പ്രൊഡക്ഷനിൽ എന്താണ് ഈ ഗ്രാം. ഓക്കെ, അല്ലെങ്കിൽ ചിക്പി ആണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 40 to 50% എന്താണ് ചിക്പി അല്ലെങ്കിൽ ഗ്രാമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഗ്രാം ഏകദേശം എത്രയാണ്? 10% മാത്രമേ ഗ്രീൻ ഗ്രാം വരുന്നുള്ളൂ. ഗ്രീൻ ഗ്രാം വരുന്നത് ഏകദേശം ഓൺലി അറൗണ്ട് 10% മാത്രമാണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, ഇവിടെ ഗ്രീൻ ഗ്രാം എലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് ദ പൾസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗ്രീൻ ഗ്രാം അല്ല, ഗ്രാമാണ് അല്ലെങ്കിൽ ചിക്പി ആണ് എന്ത് ഏകദേശം 40 to 50% വരുന്നത്. ഗ്രീൻ ഗ്രാം ഓൺലി 10%, അറൗണ്ട് 10% മാത്രമാണ് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. Then in the last 3 decades, while the production of kharif pulses has increased, the production of rabi pulses decreased എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് രണ്ടും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഖാരിഫും റാബി എന്താണ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഖാരിഫിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, ഓക്കെ ഇവിടെ എഴുതാം, ഖാരിഫിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 2000-2001 പീരീഡിൽ 2000-2001 പീരീഡിൽ എന്താണ് 44.48 lakh tons ആയിരുന്നു. ഓക്കെ, ബട്ട് അത് 2016-17 ആയപ്പോൾ ഓക്കെ ഒരു 30 വർഷത്തെ കാര്യമാണ് എടുക്കുന്നത്. 3 decadesൻ്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. 2016-17 ആയപ്പോൾ എത്രയായി? 55.30 lakh tons ആയി. ഓക്കെ, 55.30 lakh tons ആയി. ഇനി അത് റാബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ് 2001 പീരീഡിൽ എത്രയായിരുന്നു? 66.27 ഓക്കെ ലാക്ക് ടൺസ് ആയിരുന്നു.
ദെൻ അത് 2015-16 ആയപ്പോഴത്തേക്ക് എത്രയായി? 108.8 lakh tons ആയി. ഓക്കെ, സോ അതിനും എന്താണ് അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ 2 ലെയർ എന്താണ് ഇൻക്രീസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഖാരിഫ് ആണെങ്കിൽ 44.48 55.30 ആയി. റാബി ആണെങ്കിൽ എന്താണ് 66.27 108.8 ആയി. അപ്പോൾ രണ്ടിലും എന്താണ് ഇൻക്രീസിങ് ആണ് ഉണ്ടായത് ആ ഒരു 3 decades കൊണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. സോ നമ്മുടെ ആൻസർ ഹിയർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും, 1 only മാത്രമായിരിക്കും. സോ അതാണ് 86th ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 only മാത്രമായിരിക്കും. ഓക്കെ, ഇനി നമ്മളെന്താണ് നോർമലി അല്ലാതെ പറയുകയാണെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന് വെച്ചാൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ കൺസ്യൂമർ, അതുപോലെ ഇമ്പോർട്ടർ ഓഫ് പൾസസ് ആണ്. ഓക്കെ, നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഈ പൾസിനെ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, സോ ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ദെൻ കൺസ്യൂമർ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് പൾസസ്. ഓക്കെ, അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87 ആണ്. നോക്കാം. ദ ക്രോപ്പ് ഈസ് subtropical in nature. A hard frost is injurious to it. It requires at least 210 frost-free days and 50 to 100 centimeters of rainfall for its growth. A light, well-drained soil capable of retaining moisture is ideally suited for the cultivation of the crop. So which one of the following is that crop? Option A, cotton. Option B, jute. Option C, sugarcane. Option D, tea. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ക്രോപ്പിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ക്രോപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം കാണാൻ തന്നെ ഏത് ക്രോപ്പാണ് മനസ്സിലാക്കുക. ഏതാണ്? ഇറ്റ് റിക്വയർസ് അറ്റ്ലീസ്റ്റ് 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഏത് ക്രോപ്പായിരിക്കും അത് ഓപ്ഷൻ എ ആണ്, കോട്ടൺ ആണ്. ഓക്കെ, സോ കോട്ടൺ എന്ന് പറയുന്നത് ഒരു സബ്ട്രോപ്പിക്കൽ ക്രോപ്പാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹാർഡ് ടു ഫ്രോസ്റ്റ്. ഓക്കെ, ഫ്രോസ്റ്റിൻ്റെ എന്താണ് അത് ഇഞ്ചുറി ആവും. അതിന് ഹാർഡ് ഫ്രോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇഞ്ചുറി ആവും. അതുകൂടാതെ എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്, 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് എന്താണ് കോട്ടൻ്റെ കൾട്ടിവേഷന് വേണ്ടി ആവശ്യമാണ്. ദെൻ റെയിൻഫോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 50 to 100 സെൻറ്റിമീറ്റർ ആണ് റെയിൻഫോൾ വരുന്നത്. ആൻഡ് സോയിൽ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ്? വെൽ ഡ്രെയിൻഡ് സോയിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോട്ടൺ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ക്രോപ്സ് നോക്കുന്നെങ്കിൽ സെക്കൻഡ് വരുന്നത് ഏതാണ്? ജൂട്ടാണ് വരുന്നത്. അപ്പോൾ ജൂട്ട് നോക്കുന്നത് എങ്ങനെയാണ്? ജൂട്ടിൻ്റെ ക്ലൈമറ്റ് വരുന്നത് വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ് വരുന്നത്. വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ഏതെന്നാണ് പറയുന്നത്? മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ ജൂട്ടിന് വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ്. ദെൻ ഇവിടെ ടെമ്പറേച്ചർ വരുമ്പോൾ 25 ഡിഗ്രി പ്ലസ് ടെമ്പറേച്ചർ എന്തായാലും ജൂട്ടിന് വേണം. 25 ഡിഗ്രി പ്ലസ്. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ എന്താണ് ജൂട്ടിന് ആവശ്യമാണ്. ആൻഡ് ഓൾസോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ് വരുന്നത്? ഏകദേശം 70% to 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ജൂട്ടിന് ആവശ്യമാണ്. ദെൻ റെയിൻഫോൾ വരുന്നത് 160 to 200 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ അത്യാവശ്യം നല്ല റെയിൻഫോൾ എന്തിന് വേണം? ജൂട്ട് കൾട്ടിവേഷൻ ആവശ്യമാണ്. 160 to 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ എന്നാണ് ജൂട്ടിന് ആവശ്യമാണ്. ദെൻ സോയിൽ വരുന്നത് അലൂവിയൽ അല്ലെങ്കിൽ ലോമി സോയിലാണ് ജൂട്ടിൻ്റെ കൾട്ടിവേഷന് വേണ്ടത്. അലൂവിയൽ ഓർ ലോമി. ഓക്കെ, സോ അതാണ് ജൂട്ട് പറയുന്നത്. അപ്പോൾ ജൂട്ട് എന്താണ് ക്ലൈമറ്റ് വേണ്ടത്? വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ്, അതായത് മൺസൂൺ ക്ലൈമറ്റ് എന്ന് നമുക്ക് അതിനെ പറയാം. ദെൻ 25 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ടെമ്പറേച്ചർ വേണം. 70% to 90% ആണ് അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വേണ്ടത്. ദെൻ 160 to 200 സെൻറ്റിമീറ്റേഴ്സ് റെയിൻഫോൾ. ആൻഡ് ഓൾസോ സോയിൽ വരുന്നത് അലൂവിയൽ ആൻഡ് ലോമി സോയിൽ. ഓക്കെ, സോ അതാണ് ജൂട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി ഏതാണ് വരുന്നത്? ഷുഗർ കെയിൻ ആണ് വരുന്നത്. ഷുഗർ കെയിൻ വരുന്നത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് വേണ്ടത്. ഷുഗർ കെയിൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ടെമ്പറേച്ചർ വരുന്നത് 21 ഡിഗ്രി സെൽഷ്യസ് 21 ഡിഗ്രി സെൽഷ്യസ് ടു 27 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ ആവശ്യമായത്. അതായത് ഒരുപാട് ടെമ്പറേച്ചറായ ഹൈ ടെമ്പറേച്ചറായ എന്ത് സംഭവിക്കും? അത് ക്രോപ്പിന് ഹാംഫുൾ ആവും. ഓക്കെ, അതിൻ്റെ റൈപ്പനിങ് ടൈമിൽ കൂൾ ടെമ്പറേച്ചറാണ് വേണ്ടത്. ഷുഗർ കെയിൻ്റെ റൈപ്പനിങ് ടൈമിൽ കൂൾ ടെമ്പറേച്ചർ വേണം. ആൻഡ് ആൾസോ റെയിൻഫോൾ എത്രയാണ്? 75 to 100 സെൻറ്റിമീറ്റർ ആണ് റെയിൻഫോൾ വരുന്നത്. കാരണം ഇതിൽ ഹെവി റെയിൻഫോൾ ഉണ്ടായാലും എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ആ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയും. ഓക്കെ, ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷൻ ടൈമിൽ റെയിൻഫോൾ ഒരുപാടായ സ്വാഭാവികമായിട്ടും ഷുഗറിൻ്റെ എന്താണ് കണ്ടൻറ്റ് ആ ഒരു ഇത് കുറവായിരിക്കും. സോ അതുകൊണ്ട് അതിനെന്താണ് ഹെവി റെയിൻഫോൾ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ് ഷുഗർ കെയിൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടീ കൾട്ടിവേഷനാണ്. ടീക്ക് നമുക്കറിയാം എങ്ങനത്തെയാണ്? വെറ്റ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ് ടീ പ്രിഫർ ചെയ്യുന്നത്. ടീയുടെ ഇവിടെ ആയിട്ട് എഴുതാം, വെറ്റ് ആൻഡ് ഹ്യൂമിഡ്.
സോ വെറ്റ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ് ടീ പ്രിഫർ ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് അതിന് നല്ല റെയിൻഫോളും ആവശ്യമാണ്, ഗുഡ് റെയിൻഫോളിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ വരുന്നത് 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. റെയിൻഫോൾ ഏകദേശം 150 to 200 സെൻറ്റിമീറ്റർ. ഓക്കെ, സോയിൽ ഇത് എന്തായിരിക്കും, നോർമലി റെയിൻഫോൾ കൂടുമ്പോൾ തന്നെ എന്താണ് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലായിരിക്കും ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് ടീയുടെ കാര്യം പറയുന്നത്. വെറ്റ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ് ആവശ്യമുള്ളത്. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ വരുന്നത്. ആൻഡ് ആൾസോ 150 സെൻറ്റിമീറ്റർ ടു 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ. അതുകൊണ്ട് നല്ല റെയിൻഫോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സോയിൽ എങ്ങനെയായിരിക്കും, നോർമലി വെൽ ഡ്രെയിൻ ആയിട്ടുള്ള സോയിലായിരിക്കും ടീ കൾട്ടിവേഷന് വരുന്നത്. സോ നമുക്ക് ഇവിടെ വന്നേക്കുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഏതിൻ്റെയാണ്? ഓപ്ഷൻ എ ആണ്, കോട്ടൻ്റെയാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 88. With reference to solar water pumps, consider the following statements. First statement, solar power can be used for running surface pumps and not for submersible pumps. Second one, solar power can be used for running centrifugal pumps and not the ones with a piston. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സോളാർ വാട്ടർ പമ്പ്സിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. വിത്ത് റെഫറൻസ് ടു സോളാർ വാട്ടർ പമ്പ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, solar power can be used for running surface pumps and not for submersible pumps. ഓക്കെ, സർഫസ് പമ്പ്സിൽ യൂസ് ചെയ്യാം, പക്ഷേ സബ്മർസിബിൾ പമ്പ്സിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോൾ സോളാറിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ സോളാർ പവറിൻ്റെ യൂസ് വെച്ചെന്താണ്, ഇപ്പോൾ സർഫസ് പമ്പ് ആയാലും അല്ലെങ്കിൽ എന്താണ് സബ്മർസിബിൾ പമ്പ്സ് ആയാലും എന്താണ് അതിൽ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ സർഫസ് പമ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഷോളോ സോഴ്സിൽ നിന്ന് ഇപ്പോൾ ലേക്സ് അല്ലെങ്കിൽ എന്താണ് പോൺസ് അവിടെ നിന്നൊക്കെ പമ്പ് ചെയ്യാനായിട്ടാണ് ഇത് സർഫസ് പമ്പ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ എന്താണ് സബ്മർസിബിൾ പമ്പ്സ്, അതായത് നമ്മളെ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ബോർവെല്ല് പോലെയൊക്കെയുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്യാനായിട്ടാണ് എന്ത് സബ്മർസിബിൾ പമ്പ്സ് യൂസ് ചെയ്യുന്നത്. അതിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സോളാർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം രണ്ടിലും നമുക്കറിയാം സോളാർ ഫോട്ടോ വോൾട്ടായിക് സെൽസ്. ഓക്കെ, സോളാർ ഫോട്ടോ വോൾട്ടായിക് സെൽസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം. ഓക്കെ, സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്താണ് എന്ത് സോളാർ പവർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഇത് രണ്ടിലും, ഇപ്പം സർഫസ് പമ്പ്സ് ആയാലും അല്ലെങ്കിൽ സബ്മർസിബിൾ പമ്പ്സ് ആയാലും രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളാർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് സിസ്റ്റം യൂസ് ചെയ്ത്, സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് എന്താണ് വെള്ളം ഡൗൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, solar power can be used for running centrifugal pumps and not on with the piston. ഓക്കെ, പിസ്റ്റൺ യൂസ് ചെയ്ത് പറ്റില്ലെന്നാണ് എഗെയിൻ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നേക്കുന്നത്. കാരണം സെൻട്രിഫ്യൂഗൽ പമ്പ്സിന് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ പിസ്റ്റൺ യൂസ് ചെയ്യുന്നതിൽ സോളാർ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എന്താണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം രണ്ടിലും നമുക്ക് എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റൊട്ടേറ്റിംഗ് പമ്പ്സിലായാലും, റൊട്ടേറ്റിംഗ് പമ്പ്സ് എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, അതുപോലെ എന്താണ് പിസ്റ്റൺ പമ്പ്സിലായാലും രണ്ടിലും നമുക്ക് എന്താണ് സോളാർ പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും, നെയ്തർ 1 nor 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അതാണ് 88th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 89. With reference to the current trends in the cultivation of sugarcane in India, consider the following statement. അപ്പോൾ sugarcane cultivation പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, a substantial saving in seed material is made when bud chip seedlings are raised in a nursery and transplanted in main field. Second statement, when direct planting of seeds is done, the germination percentage is better with a single budded seeds as compared to seeds with many buds. Third statement, if bad weather conditions prevail when seeds are directly planted, single budded seeds have better survival as compared to large seeds. Next one, sugarcane can be cultivated using seedling preferred from tissue culture. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്, ബഡ് ചിപ്പ് സെറ്റ്ലിങ്ങിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ നോർമലി ഒരു സീഡ് അല്ലെങ്കിൽ എന്താണ് കോമൺലി പറയുമ്പോൾ എന്താണ് ഒരു പ്ലാന്റ് വളരാനായിട്ട് നമ്മൾ എന്താണ് സീഡ് യൂസ് ചെയ്താണ് അതിനെ കൾട്ടിവേഷൻ ചെയ്യുന്നത്. സോ നോർമലി ആ ഒരു സീഡിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബഡിൻ്റെ ഒരു പാർട്ട് മാത്രം നമ്മൾ എടുക്കുന്നു. ഓക്കെ, ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടേക്കിംഗ് ഓൺലി ദ ബഡ് പാർട്ട് ഓഫ് ദ കെയിൻ. ഓക്കെ, ഇവിടെ ഷുഗർ കെയിൻ്റെ കാര്യമാണ്, നമുക്ക് കെയിൻ വെച്ച് പറയാം. ടേക്കിംഗ് ഓൺലി ദ ബഡ് പാർട്ട് ഓഫ് ദ കെയിൻ ടു റൈസ് സീഡ്ലിങ്സ് ഇൻ ദ നഴ്സറി. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ടേക്കിംഗ് only the bud part of the
cane. Okay, to raise seedling. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ബഡ് ചിപ്പ് സെറ്റ്ലിംഗ് യൂസ് ചെയ്ത് അതിൻ്റെ ഉപയോഗം എന്തായിരിക്കും? നോർമലി നമുക്ക് എന്താണ് ഒരു കെയിൻ അല്ലെങ്കിൽ എന്താണ് ഷുഗർ കെയിൻ എന്താണെങ്കിൽ നമുക്ക് ഏകദേശം 6 to 8 ടൺസോളം കെയിൻ നമുക്ക് ആവും. ഓക്കെ, ഒരു ഹെക്ടറിൽ 6 to 8 ടൺസ് പെർ ഹെക്ടർ എന്നാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. നോർമലി നമ്മൾ ഷുഗർ കെയിൻ നടുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? 80% ആ സീഡ് മെറ്റീരിയൽസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 80% സീഡ് മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോസസ്സ് വഴി. ഏത് വഴി? ബഡ് ചിപ്പ് സെറ്റ്ലിങ്സ് വഴി. നോർമലി നമുക്ക് ഒരു ഹെക്ടറിൽ 6 to 8 ടൺസ് സീഡാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കെയിനാണ് വേണ്ടത് കൾട്ടിവേഷൻ ചെയ്യണമെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് 80% അത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു പ്രോസസ്സാണ് ബഡ് ചിപ്പ് സെറ്റ്ലിങ്ങിൽ പറയുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ a substantial saving in seed material is made when bud chip seedling are raised in a nursery and transplanted in the main field. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഏതാണ്? ഒരു എ സബ്സ്റ്റാൻഷ്യൽ സേവിങ് ഇൻ ദ സീഡ് മെറ്റീരിയൽ. സീഡ് മെറ്റീരിയൽ എന്താണ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പ്രോസസ്സ് വഴി. അപ്പോൾ അതെന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ശരിയാകുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ പിന്നിലുള്ളത് 1 and 2 ഓൺലിയും 1 and 4 ഓൺലിയും. അപ്പോൾ 2ഉം 3ഉം എന്തായാലും തെറ്റാണ്, നമുക്കത് മനസ്സിലാവും. 2 നോക്കി, when direct planting of sets is done, the germination percentage is better with single budded sets as compared to sets with many buds. ഓക്കെ, അതായത് എന്താണ്? ഡയറക്റ്റ് പ്ലാന്റിങ് സെറ്റ്സിൽ ഏതായിരിക്കും ബെറ്റർ എന്നാണ് പറയുന്നത്? സിംഗിൾ ബഡഡ് സെറ്റ്സ് ആയിരിക്കും ഒരുപാട് ബഡ്സിനെക്കാട്ടി ബെറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് നമ്മൾ ആലോചിച്ചാൽ തന്നെ എന്താണ്, ഇതിൽ സിംഗിൾ ബഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ബഡ്സും ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും ജെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ? സിംഗിൾ ബഡ് മേ ബി ആ ഒന്ന് പോയാൽ തന്നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതേസമയം മെനി ബഡ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൽ ഏതെങ്കിലുമൊക്കെ ജെർമിനേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നോർമലി എന്താണ് ഡയറക്റ്റ് പ്ലാന്റിങ് ഓഫ് സെറ്റ്സിൽ ജെർമിനേഷൻ പെർസെൻറ്റേജ് എപ്പോഴും കൂടുതൽ ഏതിലായിരിക്കും? സിംഗിൾ ബഡഡിലായിരിക്കത്തില്ല, പകരം എന്തായിരിക്കും ഒരുപാട് ബഡ് ഉള്ളതിലായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് എന്താണ് ഈ പ്രോസസ്സ് അറിഞ്ഞുകൂടെങ്കിലും എന്താണ് ഒരുപാടുള്ളതിൽ എപ്പോഴും എന്തായിരിക്കും ചാൻസസ് ഹൈ ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു ബഡ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് വളരാനുള്ള ചാൻസ് ഹൈ ആയിരിക്കും. പക്ഷേ സിംഗിൾ ആയിട്ടുള്ളതിൽ എന്തായിരിക്കും എപ്പോഴും ആ ഒരു ചാൻസ് ലോ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇഫ് ബാഡ് വെതർ കണ്ടീഷൻസ് പ്രിവൈൽ വെൻ സെറ്റ്സ് ആർ ഡയറക്ട്ലി പ്ലാന്റഡ്, single budded sets have better survival as compared to large sets. Okay, so if bad weather conditions prevail, single budded sets have better survival എന്നാണ് പറഞ്ഞത്. അഗെയിൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു സിംഗിൾ സെറ്റിൻ്റെ സർവൈവൽ ചാൻസ് എന്ന് വെച്ചാൽ എന്താണ് വളരെ കുറവാണ്. കാരണം മറ്റേതിൽ ഏതെങ്കിലും ഒരു സെറ്റ്സ് ഏതെങ്കിലും ഒരു ബഡ്സ് എങ്കിലും എന്താണ് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ സിംഗിൾ സെറ്റ്സ് ആകുമ്പോൾ എന്താണ് അത് ഒരു ബാഡ് വെതർ കണ്ടീഷൻ വന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ് വരുന്നത്. സോ 3 റോങ് ആകുമ്പോൾ നമുക്ക് ഏതായിരിക്കും ആൻസർ കിട്ടുന്നത്? ഓപ്ഷൻ സി ആണ്, 1 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഷുഗർ കെയിൻ ക്യാൻ ബി കൾട്ടിവേറ്റഡ് യൂസിങ് സെറ്റ്ലിംഗ് പ്രിപ്പയർഡ് ഫ്രം ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ടിഷ്യൂ കൾച്ചർ ഈ ഒരു മെത്തേഡ് വഴി എന്താണ് നമുക്ക് ഷുഗർ കെയിൻ പ്രോസസ് ചെയ്യാനെന്ന് പറയുന്നതാണ്. കാരണം ഇതെന്താണ് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോഡേൺ ട്രെൻഡാണ് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് എന്താണ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഹൈ ഈൽഡിങ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു ഷുഗർ കെയിൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, കാരണം അതൊക്കെ ടിഷ്യൂ കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താണ് അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഒരു മോഡേൺ ട്രെൻഡാണ്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് അതിൽ നിന്ന് ഡിസീസ് ഫ്രീ ഹൈ ഈൽഡിങ് അതുപോലെ എന്താണ് യൂണിഫോം ഷുഗർ കണ്ടന്റുള്ള കെയിൻ. സോ ഇതെല്ലാം എന്താണ് അതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഏതായിരിക്കും? 1ഉം 4ഉം മാത്രമായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി രണ്ടും നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് 90. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, which of the following is or are considered to be practice of eco-friendly agriculture? അപ്പോൾ ഇതിൽ എക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചർ ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് വൺ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, സെക്കൻഡ് വൺ ലെഗും ഇൻറ്റൻസിഫിക്കേഷൻ, തേർഡ് വൺ ടെൻസിയോമീറ്റർ യൂസ്, ഫോർത്ത് വൺ വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചറിൽ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനാണ് വരുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ
അപ്പോൾ എന്താണ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു സിംഗിൾ മോണോകൾച്ചർ ക്രോപ്പിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോർമലായിട്ട് നമ്മളിപ്പോൾ എന്തായിരിക്കും സിംഗിൾ ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ബട്ട് അതിന് പകരം എന്താണ് വെറൈറ്റി ഓഫ് ക്രോപ്സ്, ആ മോണോകൾച്ചർ എന്നുള്ള പ്രാക്ടീസിന് പകരം എന്താണ് വെറൈറ്റി ഓഫ് ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും അത്? ഇംപ്രൂവിങ് സോയിൽ ഹെൽത്ത്, then enhance biodiversity and also reduce pest risk. Okay, pest risk. ഓക്കെ, അതുവഴി എന്താണ് ടോട്ടൽ ക്രോപ്പ് ഫെയിലിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ടോട്ടൽ ഈ ഒരു ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്ന വഴി എന്താണ് ഏതെങ്കിലും ഒരു ക്രോപ്പിനെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് എന്താണ് ഇത് സോയിലിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് പെസ്റ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അഗ്രികൾച്ചർ ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്തായാലും ശരിയായിരിക്കും. ഇനി സെക്കൻഡ് നോക്കി ലെഗൂം ഇൻറ്റൻസിഫിക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ലെഗ്യുമിനസ് പ്ലാന്റ്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലെഗൂം ഇൻറ്റൻസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നാച്ചുറലി ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു ദ സോയിൽ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നമ്മൾ നാച്ചുറലായിട്ട് എന്താണ് സോയിലിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന അതിൻ്റെ ഉപയോഗം എന്തൊക്കെയായിരിക്കും? നോർമലി സോയിലിന് നൈട്രജൻ കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ നൈട്രജൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? സോയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ നാച്ചുറലി നമുക്ക് നൈട്രജൻ സോയിലിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ നൈട്രജൻ കണ്ടന്റുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യം വളരെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോയിലിൻ്റെ ഹെൽത്ത് കൂടും. അതുപോലെ എന്താണ് ലീച്ചിങ് വഴി നൈട്രജനൊക്കെ മറ്റ് സോഴ്സിലേക്ക് എത്തുന്നത്, ഇപ്പോൾ റിവേഴ്സ്, പോൺസ്, അതിലേക്കൊക്കെ ലീച്ചിങ് വഴി നൈട്രജൻ എത്തുന്ന ആ ഒരു പ്രോസസ്സ് കുറയും. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് എന്താണ് നാച്ചുറൽ ഫ്രണ്ട്ലി ആണ്, അല്ലെ എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലെഗൂം ഇൻറ്റൻസിഫിക്കേഷൻ എന്താണ് അതിൽ നാച്ചുറൽ അല്ലെ എക്കോ ഫ്രണ്ട്ലിയിൽ വരും. ഓക്കെ, അപ്പോൾ ലെഗൂം ഇൻറ്റൻസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നാച്ചുറലി ഫിക്സിങ് നൈട്രജൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എന്താണ് നാച്ചുറലായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിക്സ് ചെയ്തുള്ള ഉപയോഗം എന്താണ് നമുക്ക് സോയിലിൽ നൈട്രജൻ്റെ കണ്ടന്റ് കൂടാനായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് കുറയ്ക്കുമ്പോൾ തന്നെ അത് സോയിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ് വാട്ടർ പൊല്യൂഷനും മറ്റുമൊക്കെ കുറയ്ക്കാനും ചാൻസ് ആവുന്നുണ്ട്. സോ അതും വരും. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ടെൻസിയോമീറ്റർ യൂസ്. ഓക്കെ, അപ്പോൾ എന്താണ് ടെൻസിയോമീറ്റർ എന്ന് പറയുന്നത്? ടെൻസിയോമീറ്റർ എന്ന് വെച്ചാൽ സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് ടെൻസിയോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിൻ്റെ മോയ്സ്ചർ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടി എന്ത് ചെയ്യാം, എത്രത്തോളം ഇറിഗേഷൻ വേണം അല്ലെങ്കിൽ ഇറിഗേഷൻ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ഫാമേഴ്സിനെ അറിയിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ടെൻസിയോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ടെൻസിയോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സോയിലിൻ്റെ മോയ്സ്ചർ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചർ മെഷർ ചെയ്യുമ്പോൾ മോയ്സ്ചർ കൂടുതലാണോ കുറവാണോ, ഇനി ആഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ അത് ഫാമേഴ്സിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓവർ ഇറിഗേഷനിൽ നിന്ന് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നോർമലി നമ്മൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ടെൻസിയോമീറ്റർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് മെഷർ സോയിൽ മോയ്സ്ചർ മെഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ഫാമേഴ്സ് ടു അവോയ്ഡ് ഓവർ ഇറിഗേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്നെന്താണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഓവർ ഇറിഗേഷൻ തടയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് വാട്ടർ പ്രിസർവേഷന് പറ്റും. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രിസർവേഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ, ഓക്കെ, വാട്ടർ കൺസർവേഷൻ അത് ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത് എന്താണ് സോയിൽ സലൈനിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഹൈ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ ഒരു ഫീൽഡിൽ എന്താണ് ആവശ്യത്തിലധികം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സോയിലിൻ്റെ സലൈനിറ്റി ഇൻക്രീസ് ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് എന്താണ് ഇവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെഷർ വഴി. അപ്പോൾ പ്രിവെൻറ്റിങ് സോയിൽ സലൈനിറ്റി, അപ്പോൾ രണ്ട് പ്രോസസ്സ് നമുക്ക് എന്താണ് ഇതുവഴി ചെയ്യാനായിട്ട് പറ്റും. സോ ടെൻസിയോമീറ്റർ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന വഴി എന്താണ് അത് ഫാമേഴ്സിന് ഓവർ ഇറിഗേഷനിൽ നിന്ന് തടയും. ഓക്കെ, ഓവർ ഇറിഗേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അത് കാരണം രണ്ട് യൂസ്ഫുൾ ആണുള്ളത്. ഒന്ന് നമുക്ക് വാട്ടർ കൺസർവ് ചെയ്യാം, അതുകൂടാതെ രണ്ടാമത് പറയുന്നത് എന്താണ് സോയിലിൻ്റെ സലൈനിറ്റി പ്രിസർവ് ചെയ്യാൻ ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ് സോയിലിൻ്റെ സലൈനിറ്റി നോർമലി
ഓവർ ഇറിഗേഷൻ ചെയ്തുകൊണ്ടിരുന്ന സലൈനിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചർ മാത്രം സോയിലിന് കൊടുത്താൽ മതി. സോ അതുകൊണ്ട് എന്താണ് അതും ഏതിൽ വരും? എക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചറിൽ വരും. ഇനി നാലാമത്തെ നോക്കി വെർട്ടിക്കൽ ഫാമിങ്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലാൻഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്ന വഴി. ഓക്കെ, അതിനെന്താണ് ഒരുപാട് ലാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല, ലാൻഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് നമ്മളിപ്പോൾ ട്രഡീഷണലി അസോസിയേറ്റ് ചെയ്ത എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അതിവിടെ സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നോർമലി ലാൻഡ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എന്താണ് സോയിൽ ഹെൽത്തോ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും എന്താണ് ഈ ഒരു പ്രോസസ് വഴി നടക്കുന്നില്ല, വെർട്ടിക്കൽ ഫാമിംഗ് വഴി നടക്കുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഉപയോഗം, അതിപ്പോൾ സോയിലായാലും അല്ലെങ്കിൽ നമ്മളെ എക്കോളജിയിലായാലും അങ്ങനെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് വഴി കുറച്ച് സ്പേസ് അല്ലെങ്കിൽ എന്താണ് ലാൻഡ് റെഡ്യൂസ് ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഉപയോഗങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് അതിനെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, സെക്കൻഡ് വൺ ലെഗുമിനൻസിഫിക്കേഷൻ ആൻഡ് തേർഡ് വൺ ടെൻസിയോമീറ്റർ യൂസ്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് പ്രധാനമായിട്ട് എക്കോ ഫ്രണ്ട്ലിയിൽ വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. 1, 2 ആൻഡ് 3 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം എക്കോ ഫ്രണ്ട്ലിയിൽ വരുന്നു. ബട്ട് വെർട്ടിക്കൽ ഫാമിംഗ് എന്താണ് നമുക്ക് എക്കോ ഫ്രണ്ട്ലിയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 91. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫെർട്ടിഗേഷൻ ഇൻ അഗ്രികൾച്ചർ? First statement, controlling the alkalinity of irrigation water is possible. Second statement, efficient application of rock phosphate and all other phosphatic fertilizers is possible. Third statement, increased availability of nutrients to plants is possible. Fourth statement, a reduction in the leaching of chemical nutrients is possible. അപ്പോൾ ഇതിൽ എന്താണ് ഫെർട്ടിഗേഷൻ ഇൻ അഗ്രികൾച്ചർ എന്നാണ് ചോദിച്ചത്. ഫെർട്ടിഗേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ഫെർട്ടിഗേഷൻ എന്ന് നമുക്ക് ആദ്യം അറിയണം, എന്നാലേ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഫെർട്ടിഗേഷൻ എന്ന് വെച്ചാൽ? ഫെർട്ടിഗേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഇഞ്ചെക്ഷൻ ഓഫ് ആസിഡ്സ്. ഓക്കെ, ഇഞ്ചെക്ഷൻ ഓഫ് ആസിഡ്സ്. പ്രധാനമായിട്ട് ഏതൊക്കെ ആസിഡ്സ് ആണ്? അത് ഫോസ്ഫോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ് വരുന്നത്. ഫോസ്ഫോറിക് and sulfuric. Okay, so injection of phosphoric acid or sulfuric acid into the എന്താണ് അല്ലെങ്കിൽ ആസിഡ് തന്നെ വേണമെന്നില്ല, ആസിഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ടു ന്യൂട്രലൈസ് ബയോ കാർബണേറ്റ്സ് ആൻഡ് കൺട്രോൾ ആൽക്കലിനിറ്റി ഓഫ് ദ ഇറിഗേറ്റഡ് വാട്ടർ. ഓക്കെ, സോ വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇറിഗേറ്റഡ് വാട്ടറിന് ആൽക്കൈൻ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ഈ ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫെർട്ടിഗേഷൻ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ വെള്ളത്തിലെ ആൽക്കൈനിൻ്റെ കണ്ടന്റ് കുറയ്ക്കാനായിട്ട്, ഓക്കെ, ആ ഇറിഗേറ്റഡ് വാട്ടറിൻ്റെ ആൽക്കൈൻ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ആസിഡ് അല്ലെങ്കിൽ ആസിഡിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു ആ ഒരു ബയോ കാർബണേറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. ഈ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, കൺട്രോളിങ് ദ ആൽക്കലിനിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ ഇസ് പോസിബിൾ. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയുന്നത് എന്താണ്? ആൽക്കലിനിറ്റി കുറയ്ക്കാനായിട്ട്, ഇറിഗേറ്റഡ് വാട്ടറിൻ്റെ ആൽക്കലിനിറ്റി കുറയ്ക്കാനായിട്ട് ആസിഡിക് യൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. നെക്സ്റ്റ്, എഫിഷ്യൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് റോക്ക് ഫോസ്ഫേറ്റ് ആൻഡ് ഓൾ അതർ ഫോസ്ഫോറിക് ഫെർട്ടിലൈസർ ഈസ് പോസിബിൾ. അപ്പോൾ എല്ലാ ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സിലും അതുപോലെ എന്താണ് റോക്ക് ഫോസ്ഫേറ്റിലും ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ പറയുന്നത് എന്താണ്? എല്ലാത്തിനും വാട്ടർ ഫെർട്ടിഗേഷൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് റോക്ക് ഫോസ്ഫേറ്റ് ആൻഡ് അതർ ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസർ. അപ്പം നോർമലി റോക്ക് ഫോസ്ഫേറ്റും അല്ലെങ്കിൽ എന്താണ് മറ്റ് ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇൻസോലിബിൾ ഓഫ് വാട്ടറാണ്. ഓക്കെ, വാട്ടറിൽ സോലിബിൾ ആയിരിക്കത്തില്ല, അതായത് അതിൻ്റെ സോലിബിലിറ്റി എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് എടുക്കാൻ ഇടുക. റോക്ക് ഫോസ്ഫേറ്റ് എന്താണത്? അത് ഇൻസോലിബിൾ ആണ്. ഇൻസോലിബിൾ ഇൻ വാട്ടറാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോലിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടറിൽ സോലിബിൾ ആയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ ക്ലോഗിങ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇറിഗേഷൻ സിസ്റ്റത്തിൽ എന്താണ്? ഒരു ക്ലോഗിങ് അത് ഉണ്ടാക്കും. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ്, ഇറ്റ് ക്യാൻ കോസ് ക്ലോഗിങ് in the irrigated system.
സോ ഇറിഗേറ്റഡ് സിസ്റ്റത്തിൽ ക്ലോഗിങ് ഉണ്ടായ എന്താണ് പ്രോപ്പറായിട്ട് ഇറിഗേഷൻ നടക്കത്തില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു മെത്തേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് വാട്ടറിൽ സോലിബിൾ അല്ല. അങ്ങനെ സോലിബിൾ അല്ലാതെ വരുമ്പോൾ എന്താണ് അവിടെ ക്ലോഗിങ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കാം. ക്ലോഗിങ് നടന്നാൽ എന്താണ് പ്രോപ്പറായിട്ട് വെള്ളം അല്ലെങ്കിൽ എന്താണ് വാട്ടർ ഇറിഗേഷൻ നടക്കത്തില്ല. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരത്തില്ല. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ബാക്കി എല്ലാത്തിനും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാം രണ്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് രണ്ടില്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. 1, 3 and 4 ആയിരിക്കും. അപ്പോൾ 3 നോക്കിയേ, ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ് ഈസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് കാരണം എന്താണ് ന്യൂട്രിയൻസ് ഇപ്പോൾ വാട്ടറിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും. നമ്മൾ ന്യൂട്രിയൻസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ എന്തായിരിക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ റൂട്ട് സോണിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താണ് ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, പ്ലാന്റ്സിൽ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി എന്താണ് ഇൻക്രീസ് ആവും. അതപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം വാട്ടറിൽ നല്ലോണം സോല്യൂബിൾ ആയാൽ അത് പ്രോപ്പറായിട്ട് എന്താണ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലെത്തും. സോ അതുകൊണ്ട് എന്താണ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഇൻക്രീസ് ആവും. ദെൻ ഫോർത്ത് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ ലീച്ചിങ് ഓഫ് കെമിക്കൽ ന്യൂട്രിയൻസ് ഈസ് പോസിബിൾ. ഓക്കെ, കെമിക്കൽ ന്യൂട്രിയൻസിൻ്റെ ലീച്ചിങ് എന്താണ് റിഡക്ഷൻ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയായിരിക്കും? അപ്പോൾ ഫെർട്ടിഗേഷൻ നമ്മൾ പറഞ്ഞു സപ്ലൈ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ടു ദ ക്രോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ് വഴി ന്യൂട്രിയൻസ് ആയാലും കെമിക്കൽസ് ആയാലും എന്താണ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആയാലും വാട്ടർ ആയാലും ഡയറക്ട്ലി ക്രോപ്പിൻ്റെ റൂട്ടിൽ എത്തിച്ചേരും. അതുകൊണ്ട് എന്താണ് ക്ലോഗിങ് റിസ്ക് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മിനിമൈസ് ദ റിസ്ക് ഓഫ് വാട്ടർ ലോഗിങ് ആൻഡ് റെഡ്യൂസ് ദ ലീച്ചിങ് ഓഫ് കെമിക്കൽസ്. അവിടെ കെമിക്കൽസിൻ്റെ ലീച്ചിങ് റെഡ്യൂസ് ആവുകയും കാരണം ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ എത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഒരു ലീച്ചിങ് എന്ന പ്രോസസ് എന്താണ് അവിടെ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ റിഡക്ഷൻ ഇൻ ദ ലീച്ചിങ് ഓഫ് കെമിക്കൽ ന്യൂട്രിയൻസ് ഈസ് പോസിബിൾ. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കാരണം ലീച്ചിങ് പ്രോസസ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ എത്തുന്നതുകൊണ്ട് എന്താണ് ലീച്ചിങ് അവിടെ വളരെ കുറവായിരിക്കും. സോ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. 1, 3 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, 2 തെറ്റാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കാരണം റോക്ക് ഫോസ്ഫേറ്റ് എന്താണ് വാട്ടറിൽ ഇൻസോലിബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി സോലിബിൾ ആവത്തില്ല. അതുകൊണ്ട് എന്താണ് അത് ഒരു ക്ലോഗിങ് ഉണ്ടാക്കും. ക്ലോഗിങ് ഉണ്ടായാൽ തന്നെ എന്താണ് അവിടെ പ്രോപ്പറായിട്ട് ഇറിഗേഷൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനായിട്ട് കാരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 and 4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 92. കൺസിഡർ ദ ഫോളോയിങ് മിനറൽസ്. ഫസ്റ്റ് വൺ bentonite, then chromite, kyanite, sillimanite. In India, which of the above is or are officially designated as major minerals? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മേജർ മിനറൽസ് ആണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 4 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 2, 3 and 4 ഓൺലി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മേജർ മിനറൽസ്? അപ്പോൾ എഗെയിൻ ഫാക്റ്റാണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ മേജർ മിനറൽസ് ഏതൊക്കെയാണ് മൈനർ മിനറൽസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ ബെൻറ്റോണൈറ്റ് അതായത് ഫസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് മേജർ മിനറൽസ് ആണ്. അതായത് ക്രോമൈറ്റ്, കയനൈറ്റ്, സിലിമനൈറ്റ് ഇത് മൂന്നും എന്താണ് മേജർ മിനറൽസ് വരുന്നുണ്ട്. പക്ഷേ ബെൻറ്റോണൈറ്റ് എന്താണ് അത് മൈനർ മിനറൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ആരാണ് കൺസിഡർ ചെയ്യുന്നത്? ഇത് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് വഴിയാണ് ഇതെല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. റെഗുലേഷൻ ആക്ട് 1957. ഓക്കെ, സോ അതിലാണ് എന്ത് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ ബെൻറ്റോണൈറ്റിന് ഒഴിച്ച് ബാക്കിയെല്ലാം ക്രോമൈറ്റ്, അതുപോലെ കയനൈറ്റ്, അതുപോലെ സിലിമനൈറ്റ് ഇത് മൂന്നും എന്താണ് മേജർ മിനറൽസ് ആണ്. ബെൻറ്റോണൈറ്റ് മാത്രമാണ് എന്ത് മൈനർ മിനറലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഫാക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 2, 3 and 4 ഓൺലി ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 93 നോക്കാം. With reference to ocean mean temperature (OMT), which of the following statements is or are correct? First statement: OMT is measured up to a depth of 26 degrees Celsius isotherm, which is 129 meters in the southwestern Indian Ocean during January to March. Second statement: OMT collected during January to March can be used in assessing whether the amount of rainfall in monsoon will be less or more than a certain long-term mean. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഓഷൻ മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ OMT
up to a depth of 26 degrees Celsius isotherm which is 129 meters എന്നാണ് പറഞ്ഞേക്കുന്നത്. 129 മീറ്റേഴ്സ് സൗത്ത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത് ഡ്യൂറിങ് ഏതൊക്കെ മന്താണ് ജാനുവരി ടു മാർച്ച്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ 129 മീറ്റേഴ്സ് അല്ല, ഇവിടെ 59 മീറ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ OMT ഈസ് മെഷേർഡ് അപ് ടു എ ഡെപ്ത് ഓഫ് 26 degrees Celsius isotherm which is 59 meter in the south western Indian Ocean during January to March ആണ്. ഓക്കെ, സോ ജനറലി OMT വരുന്നത് എന്താണ് 50 to 100 മീറ്റേഴ്സിനകത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ 129 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ജനറലി അത് വരുന്നത് തന്നെ 50 to 100 മീറ്റേഴ്സിന് അകത്ത് മാത്രമാണ് വരുന്നത്. സോ അതുകൊണ്ട് 129 മീറ്റർ എന്ന് പുറത്തേക്കുന്നത് എന്താണ്, എന്തായാലും റോങ് ആണ്. ഇനി പർട്ടിക്കുലർലി ഇവിടെ 26 degrees Celsius ഐസോതേർമിൽ വരുന്ന എത്ര മീറ്ററിലാണ്, 59 മീറ്ററിലാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, OMT collected during January to March can be used in assessing whether the amount of rainfall in monsoon will be less or more than a certain long-term mean. പ്രത്യേകിച്ചൊന്നുമില്ലാതെ എന്താണ് OMT നമ്മുടെ മൺസൂണിൻ്റെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ എന്താണ് എത്രത്തോളം മൺസൂൺ കിട്ടും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ഓഷൻ മീൻ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് എന്താണ് നമുക്ക് മൺസൂൺ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ സർഫസ് ടെമ്പറേച്ചർ യൂസ് ചെയ്താണ്. ഓക്കെ, സർഫസ് ടെമ്പറേച്ചർ SST യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൺസൂൺ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ അത് ഏകദേശം 60% ആക്യുറേറ്റ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 60%. പക്ഷേ അതേ സെയിം ടൈമിൽ ഓഷൻ മീൻ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്, 80% സക്സസ് റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർഫസ് ടെമ്പറേച്ചറിനെ കാട്ടി ഓഷൻ മീൻ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താണ് അതിന് പെർസെൻറ്റേജ് ഓഫ് സക്സസ് റേറ്റ് എന്താണ് കൂടുതലാണ്. 80% ആണ് എന്ത് ഓഷൻ മീൻ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് നമ്മൾ മൺസൂണിൻ്റെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ റെയിൻഫോളിൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് വരുന്നത്. പക്ഷേ SSTയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സർഫസ് ടെമ്പറേച്ചറിൽ അത് 60% മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, ഒന്ന് തെറ്റാനുള്ള കാരണം പറഞ്ഞു. നോർമലി വരുന്നത് തന്നെ എത്രയാണ്, 26 degrees Celsius ഐസോതേർംസിൻ്റെ ഡെപ്ത് വരുന്നത് മാക്സിമം 50 to 100 മീറ്ററിൻ്റെ ഉള്ളിലാണ്. ഇവിടെ 26 degrees Celsius വരുമ്പോൾ എത്രയാണ്, അത് 59 മീറ്ററാണ് വരുന്നത്, 59 മീറ്ററാണ് വരുന്നത്, 129 മീറ്റർ വരത്തില്ല. ഓക്കെ, എങ്ങനെ പോയാലും 50-നും 100-നും ഇടയ്ക്ക് മാത്രമേ അത് നിൽക്കത്തുള്ളൂ ആ ഒരു ഡെപ്തിൻ്റെ കണക്ക്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു SSTയെ കാട്ടി, അതായത് സർഫസ് ടെമ്പറേച്ചറിനെ കാട്ടി ആക്യുറസി കൂടുതലാണ് ഏതിനെന്ന് പറയുന്നത് നമ്മുടെ ഓഷൻ മീൻ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് മൺസൂണിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആയിരിക്കും, 2 ഓൺലി ആയിരിക്കും. ഓക്കെ, next 94. With reference to chemical fertilizers in India, consider the following statement. First statement, at present the retail price of chemical fertilizers is market driven and not administered by the government. Second statement, ammonia which is an input of urea is produced from natural gas. Third statement, sulfur which is a raw material for phosphoric acid fertilizer is a byproduct of oil refineries. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, അറ്റ് പ്രസൻറ്റ് ദ റീറ്റെയിൽ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ഈസ് മാർക്കറ്റ് ഡ്രിവൺ ആൻഡ് നോട്ട് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, അതായത് റീറ്റെയിൽ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ്, മാർക്കറ്റ് ഡ്രിവൺ ആണ്. അതിൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷന് ഒരു പങ്കുമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് എക്സ്ട്രീമായിട്ട് എടുക്കാം. കാരണം എന്തായാലും കംപ്ലീറ്റ് ശരിയാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താണ് ഗവൺമെൻറ് ഇതുപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൈസിങ്ങിലായാലും അല്ലെങ്കിൽ എന്താണ് മറ്റു കാര്യങ്ങളിലായാലും ഇടപെടില്ല എന്നാണ് പറയുന്നത്. സോ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം നമുക്കറിയാം യൂറിയ പോലുള്ള പ്രോഡക്ട്സ് എന്താണ് മാർക്കറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ് ആണ് യൂറിയ പോലുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ മാർക്കറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആണ്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം റീറ്റെയിൽ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ നോട്ട് പ്യൂർലി മാർക്കറ്റ് ഡ്രിവൺ. ഓക്കെ, പ്യൂറായിട്ട് അത് മാർക്കറ്റ് ഡ്രിവൺ അല്ല, അവിടെ എന്താണ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് യൂറിയ. ഓക്കെ, കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, യൂറിയയുടെ പ്രൈസിങ്ങിലായാലും അല്ലെങ്കിൽ എന്താണ് റെഗുലേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പ്രൈസിങ് ഓഫ് യൂറിയ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 2 ഓൺലി. അപ്പോൾ രണ്ടാമത്തെ എന്തായാലും ശരിയായിരിക്കും. കാരണം അമോണിയ വിച്ച് ഈസ് ആൻ ഇൻപുട്ട് ഓഫ് യൂറിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്തായാലും ശരിയാണ് പറയുന്നത്. ഓക്കെ, അതായത് അമോണിയ അല്ലെങ്കിൽ NH3 എന്താണ് പ്രൈമറി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, സൾഫർ
which is a raw material for phosphoric acid fertilizer is a byproduct of oil refineries. അപ്പോൾ സൾഫർ എന്ന് പറയുന്നത് എന്താണ്, ഓയിൽ റിഫൈനറീസിലെ ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് എന്ന് പറയുന്നത് സൾഫർ എന്ന് പറയുന്നത്. സോ ഈ സൾഫർ എന്ന് പറയുന്നത് ഓയിൽ റിഫൈനറീസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഒന്നാമത്തെ തെറ്റാണ്, കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൈസിങ്ങിൽ, ഓക്കെ, റീറ്റെയിൽ പ്രൈസിങ്ങിൽ ഗവൺമെൻറ്റിന് ഒരു പങ്കുമില്ലെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം എന്താണ്, യൂറിയ പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം നോക്കുന്ന ആരാണ്, റെഗുലേറ്റ് ചെയ്യുക അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് എടുത്തു. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അമോണിയ, അത് യൂറിയയുടെ ഒരു ഇൻപുട്ടാണ്. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സൾഫർ ഫോസ്ഫോറിക് ആസിഡ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ റോ മെറ്റീരിയലാണ്. അത് എന്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്? ഓയിൽ റിഫൈനറീസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 95. With reference to India's desert national park, which of the following statements are correct? First one, it is spread over 2 districts. Second statement, it is no human habitation inside the park. Okay, so there is no human habitation inside the park. Third statement, it is one of the natural habitats of Great Indian Bustard. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 2 ഡിസ്ട്രിക്റ്റ്, 2 ഡിസ്ട്രിക്റ്റിലായിട്ട് സ്പ്രെഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഡെസേർട്ട് ഏതാണ്? രാജസ്ഥാനാണ്. സോ ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് സ്പ്രെഡ് അക്രോസ് 2 ഡിസ്ട്രിക്റ്റ്, 2 ഡിസ്ട്രിക്റ്റിലായിട്ട് എന്താണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ജയ്സൽമേർ ആൻഡ് സെക്കൻഡ് വൺ ബാർമേർ. അപ്പോൾ ജയ്സൽമേറിലും ബാർമേറിലും ആയിട്ടാണ് എന്ത്, ഈ ഡെസേർട്ട് നാഷണൽ പാർക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ്സ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ നാച്ചുറൽ ഹാബിറ്റ് ആണ്. നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ മെയിനായിട്ട് കാണുന്നത് തന്നെ എവിടെയാണ്? രാജസ്ഥാനിലാണ്. സോ അതുകൊണ്ട് എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ദിസ് പാർക്ക് ഈസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നാച്ചുറൽ ഹാബിറ്ററ്റ് ഫോർ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. അപ്പോൾ 3യും റൈറ്റായി. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് അതിൻ്റെ IUCN സ്റ്റാറ്റസ്. ഓക്കെ, ദെൻ ഇനി സെക്കൻഡ് നോക്കി, ദർ ഈസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക്. പാർക്കിനുള്ള എന്താണ്, ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. ഓക്കെ, സോ അവിടെ എന്താണ്, ഒരുപാട് വില്ലേജസും അതുപോലെ എന്താണ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഡെസേർട്ട് നാഷണൽ പാർക്കിലുണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഒന്ന് പറയുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇറ്റ് സ്പ്രെഡ് ഓവർ 2 ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിസ്ട്രിക്റ്റ്? ജയ്സൽമേർ, അതുപോലെ എന്താണ് ബാർമേർ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദർ ഇസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക് എന്ന് പറയുന്നത്. അത് പക്ഷേ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അവിടെ എന്താണ്, ഹ്യൂമൻ ഹാബിറ്റേഷൻ ഉണ്ട്. ആ പാർക്കിനുള്ളിൽ എന്താണ്, ഒരുപാട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും അതുപോലെ ഹാബിറ്റേഷനും ഉണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ്സ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ നാച്ചുറൽ ഹാബിറ്റ്സ് ആണ് രാജസ്ഥാൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവിടുത്തെ ഒരു ഡെസേർട്ട് നാഷണൽ പാർക്കിൽ കാണാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, ദെൻ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ ജസ്റ്റ് ആ ഒരു IUCN സ്റ്റാറ്റസ് നോക്കിയെങ്കിൽ അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. നെക്സ്റ്റ് 96. സിയാച്ചിൻ ഗ്ലേഷ്യർ ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഓപ്ഷൻ എ ഈസ്റ്റ് ഓഫ് അക്സൈച്ചിൻ, ഓപ്ഷൻ ബി ഈസ്റ്റ് ഓഫ് ലേ, ഓപ്ഷൻ സി നോർത്ത് ഓഫ് ഗിൽജിറ്റ്, ഓപ്ഷൻ ഡി നോർത്ത് ഓഫ് നുബ്ര വാലി. അപ്പോൾ ഇതിൽ എവിടെയാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മളിവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് സിയാച്ചിൻ ഗ്ലേഷ്യറാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഏരിയയാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്, ഈസ്റ്റ് ഓഫ് അക്സൈച്ചിൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അക്സൈച്ചിൻ ഇവിടെയാണുള്ളത്. ഇതാണ് അക്സൈച്ചിൻ വരുന്നത്. അപ്പോൾ അക്സൈച്ചിൻ്റെ ഈസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അക്സൈച്ചിൻ്റെ ഈസ്റ്റ് ആകുമ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ അക്സൈച്ചിൻ്റെ എവിടെയായിട്ടാണ് കിടക്കുന്നത്, വെസ്റ്റ് ആയിട്ടാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ കിടക്കുന്നത് മാപ്പിൽ. അപ്പോൾ അതെന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ്റ്റ് ഓഫ് ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ലേ ലഡാക്ക് അതെന്താ ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. സോ അതിൻ്റെ ഈസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ. പക്ഷേ അതിൻ്റെ എവിടെയായിട്ടാണ് കിടക്കുന്നത്, ഏകദേശം നോർത്തായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ലേ കിടക്കുന്നുണ്ട്. സോ ലേയുടെ നോർത്തായിട്ടാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
ഇനി തേർഡ് നോക്കി നോർത്ത് ഓഫ് ഗിൽജിറ്റ്. ഓക്കെ, ഗിൽജിറ്റിൻ്റെ നോർത്ത് എന്നാണ് പറയുന്നത്. ഗിൽജിറ്റ് ഈ ഒരു ഏരിയയിലാണ് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ കിടക്കുന്നത്. അതിൻ്റെ നോർത്ത് എന്ന് പറയുന്നുണ്ട് എവിടെയാണ്, അതിൻ്റെ ഈസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ ഏതാണ്, നോർത്ത് ഓഫ് നുബ്ര വാലി. നുബ്ര വാലിയുടെ നോർത്താണ് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ നുബ്ര വാലി ഉണ്ട്. നുബ്ര വാലിയുടെ നോർത്തായിട്ടാണ് ഇത് അക്സാച്ചിൻ വരുന്നത്, സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. സോ അതുകൊണ്ട് ആൻസർ ആയിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും, നോർത്ത് ഓഫ് നുബ്ര വാലിയാണ്. അപ്പോൾ അത് മാപ്പിംഗുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കുക, എസ്പെഷ്യലി ഈ ഒരു ഹിമാലയൻ റീജിയനിലൊക്കെ വരുന്ന ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ, അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസുകൾ, അതെല്ലാം ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിൻ്റെ ലൊക്കേഷനും കൂടെ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ അതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആണ്, നോർത്ത് ഓഫ് നുബ്ര വാലിയാണ് ഏത് സിയാച്ചിൻ ഗ്ലേഷ്യർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ഫേമസ് പ്ലേസ്, പ്രസൻറ്റ് സ്റ്റേറ്റ്. അഗെയിൻ മാപ്പിംഗ് ആണ്. ഫസ്റ്റ് വൺ ബിൽസ മധ്യപ്രദേശ്, ദ്വാരസമുദ്ര മഹാരാഷ്ട്ര, ഗിരിനഗർ ഗുജറാത്ത്, സ്തനേശ്വര ഉത്തർപ്രദേശ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഏതാണ്, ബിൽസ മധ്യപ്രദേശാണ് പറയുന്നത്. ഓക്കെ, ബിൽസ മധ്യപ്രദേശ് ഇത് ശരിയായിട്ടുള്ള സ്ഥലമാണ്. കാരണം വിദിഷയുടെ ആൻഷ്യൻ നെയിം ഓഫ് വിദിഷയാണ് എന്ന് പറയുന്നത് ഈ ബിൽസ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആൻഷ്യൻ നെയിം ഓഫ് വിദിഷ. ഓക്കെ, സോ അതാണ് എന്ന് പറയുന്നത് ബിൽസ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ സുംഗ ഡൈനസ്റ്റി, ഗുപ്ത ഡൈനസ്റ്റി, ഇതൊക്കെ എന്താണ് ഈ ഒരു റീജിയനിലായിരുന്നു. അതായത് മധ്യപ്രദേശിൽ, ഇപ്പോഴത്തെ മധ്യപ്രദേശ്, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, ഈ ഒരു റീജിയനിലായിരുന്നു എന്ത് ഗുപ്ത ഡൈനസ്റ്റി ആയാലും സുംഗ ഡൈനസ്റ്റി ഒക്കെ ആയാലും അവരുടെ ഭരണം നടത്തിയിരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ശരിയാണ്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താണ്, ദ്വാരസമുദ്ര. ദ്വാരസമുദ്ര എവിടെയാണ്, മഹാരാഷ്ട്രയിലല്ല, മറിച്ച് എവിടെയാണ്, കർണാടകയിലാണ് ദ്വാരസമുദ്ര സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കർണാടകയിലാണ് ദ്വാരസമുദ്ര സ്ഥിതി ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ ഹൊയ്സല എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഈ ദ്വാരസമുദ്രം എന്ന് പറയുന്നത് ഹൊയ്സല എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു, ക്യാപിറ്റൽ ഓഫ് ഹൊയ്സല എംപയർ. സോ അതാണ് രണ്ടാമത്തെ. അപ്പോൾ രണ്ടാമത്തെ എന്താണ്, റോങ് ആണ്. രണ്ടാമത്തെ റോങ് ആകുമ്പോൾ തന്നെ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ പറയുന്നത് എന്താണ്, ഗിരിനഗർ ഗുജറാത്ത്. ഓക്കെ, ഗിരിനഗർ ഗുജറാത്താണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പ്രധാനമായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്, അശോകൻ അതുപോലെ രുദ്രദാമൻ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട എഡിക്റ്റ്, റോക്ക് എഡിക്ട്സിനൊക്കെ ഈ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്, ഗിരിനഗർ എന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സോ മൂന്നാമത്തെ എന്താണ്, ശരിയാണ്. അപ്പം ഗിരിനഗർ ഫേമസ് ഫോർ എന്താണ്, അശോകൻ്റെ ആയാലും അതുപോലെ തന്നെ രുദ്രദാമൻ്റെ ഒക്കെ ആയാലും റോക്ക് എഡിക്സിന്, ഓക്കെ, മേജർ റോക്ക് എഡിക്സിൻ്റെ സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് ഗിരിനഗർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്തനേശ്വര ഉത്തർപ്രദേശാണ് നടക്കുന്നത്. അത് റോങ് ആണ്. സ്തനേശ്വര എവിടെയാണ് വരുന്നത്, സ്തനേശ്വര ബീഹാർ ഹരിയാനയാണ് വരുന്നത്. സ്തനേശ്വര ഹരിയാനയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിൽസ ആൻഷ്യൻ നെയിം ഓഫ് വിദിഷയാണ്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഗുപ്ത എംപയർ അതുപോലെ സുംഗ ഡൈനസ്റ്റിയൊക്കെ എന്നാണ് ഈ ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് വൺ ദ്വാരസമുദ്ര മഹാരാഷ്ട്ര അല്ല, കർണാടകയിലാണ് വരുന്നത്, ക്യാപിറ്റൽ ഓഫ് ഹൊയ്സല എംപയർ. ഓക്കെ, ഹൊയ്സല ഡൈനസ്റ്റിയുടെ ക്യാപിറ്റലായിരുന്നു ഏത് ദ്വാരസമുദ്രം എന്ന് പറയുന്നത്. ദെൻ തേർഡ് വരുന്നത് ഗിരിനഗറാണ്, ഗുജറാത്താണ്. എന്തിനായിരുന്നു ഫേമസ് ഫോർ റോക്ക് എഡിക്ട്സ് ഓഫ് അശോക ആൻഡ് പിന്നെ ആരായിരുന്നു, രുദ്രദാമൻ. ദെൻ ഫോർത്ത് വരുന്നത് സ്തനേശ്വരയാണ്, ഉത്തർപ്രദേശിലല്ല ഹരിയാനയിലാണ്. അവിടെ ഹർഷവർദ്ധൻ്റെ ക്യാപിറ്റലായിരുന്നു മെയിനായിട്ട്, കിങ് ഹർഷവർദ്ധൻ്റെ. ഓക്കെ, സോ അതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്, 1, 3 മാത്രമാണ്. അതായത് ബിൽസയും ഗിരിനഗറും, ബിൽസ മധ്യപ്രദേശ്, ഗിരിനഗർ ഗുജറാത്ത്, അത് മാത്രമാണ് ശരി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 98, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ, 36% of India's districts are classified as overexploited or critical by the Central Groundwater Authority (CGWA). Then second statement, CGWA was formed under the Environment Protection Act. Third statement, India has the largest area under groundwater irrigation in the world. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, 36% of India's districts are classified as overexploited or critical by the Central Groundwater Authority. CGWയുടെ കണക്ക് പ്രകാരം 36% of India's district എന്താണ്, ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി. ഓക്കെ, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഏതിൻ്റെ കീഴിലാണ്, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ കീഴിലാണ്, വാട്ടർ ബോർഡാണ്.
സോ ഇവരെന്താണ് ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം ഗ്രൗണ്ട് വാട്ടർ ക്രിട്ടിക്കലാണ്, എത്രത്തോളം ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണ്, എത്രത്തോളം സേഫ് ആണ്, ഇതെല്ലാം ആക്സസ് ചെയ്യുന്ന ആരാണ്? ഈ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡാണ്. അപ്പോൾ അവരുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 71% ഗ്രൗണ്ട് വാട്ടർ സേഫാണ്. ഓക്കെ, ദെൻ 10% സെമി ക്രിട്ടിക്കലാണ്, സെമി ക്രിട്ടിക്കൽ. ദെൻ 4% ക്രിട്ടിക്കലാണ് ആൻഡ് 15% ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 36% ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നാണ് പറയുന്നത്. പക്ഷേ 36 ഇല്ല, ഏകദേശം എത്രയാണ്? 15% മാത്രമാണ് എന്ത് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ കണക്ക് പ്രകാരം 15% മാത്രമാണ് എന്ത് ഓവർ എക്സ്പ്ലോയിറ്റഡ് വരുന്നത്, 36% ഇല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഒന്ന് റോങ് ആകുമ്പോൾ തന്നെ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി സിയും, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 2. അപ്പോൾ 2 എന്തായാലും ശരിയാണ്, കാരണം CGWA വാസ് ഫോംഡ് അണ്ടർ ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അത് ശരിയാണ്. കാരണം 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് CGWA ഫോം ചെയ്തത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ ഇൻ ദ വേൾഡ്. അതും എന്താണ്? ശരിയാണ്, കാരണം ഇന്ത്യയിലാണ് എന്ത് ലാർജസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏതൊക്കെയാണ്? ചൈന, USA പോലുള്ള കൺട്രീസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ, ആൻഡ് ഓൾസോ ചൈന ആൻഡ് USA ഫോളോസ്. ചൈന ആൻഡ് USA ഫോളോസ് ഇന്ത്യ. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? 2, 3 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആയിരിക്കും. 2 and 3 ഓൺലി ആയിരിക്കും. അപ്പോൾ 98 ആൻസർ വരുന്നത് 2 and 3 ഓൺലിയാണ്. ഇന്ത്യയിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 15% മാത്രം ഗ്രൗണ്ട് വാട്ടറാണ്, 36% അല്ല. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് CGWA ഫോം അണ്ട ഏത് ആക്ട് പ്രകാരമാണ്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ്. ദെൻ മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ ആണ് ഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുന്നത്. സോ അത് ശരിയാണ്. അത് പിന്നെ നെക്സ്റ്റ് ആരാണ് വരുന്നത്? ചൈന, അതുപോലെ USA ആണ് വരുന്നത്, ഇന്ത്യ ഫോളോ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് 98. നെക്സ്റ്റ് 99. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജെറ്റ് സ്ട്രീംസ് ഒക്കർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, only some cyclones develop an eye. Third statement, the temperature inside the eye of a cyclone is nearly 10 degrees Celsius lesser than that of the surroundings. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്നാണ് ചോദിച്ചാൽ ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 2 ഓൺലി, ഓപ്ഷൻ ഡി 1 and 3 ഓൺലി. അപ്പോൾ നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ജെറ്റ് സ്ട്രീം ഒക്കേഴ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ജെറ്റ് സ്ട്രീം എന്ന് വെച്ചാൽ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാവുന്നതാണ്. കാരണം ഇതെന്താണ്? ഒരു ഫാസ്റ്റ് ഫ്ലോയിങ് നാരോ കറണ്ടാണ്. ജെറ്റ് സ്ട്രീം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫാസ്റ്റ് ഫ്ലോയിങ് നാരോ എയർ കറണ്ടാണ്. ആൻഡ് ആൾസോ ഇറ്റ് ഫൗണ്ട് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആണ്, കാരണം എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നേക്കാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ജെറ്റ് സ്ട്രീം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൂടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. കാരണം ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാരോ ഫാസ്റ്റ് ഫ്ലോയിങ് കറണ്ട് ആണ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ഇൻ ബോത്ത് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ റോങ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, only some cyclones develop an eye. ഓക്കെ, ചില സൈക്ലോൺസിന് മാത്രമേ ഐ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ മാത്രമുള്ള മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത്. നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ട്, അതുപോലെ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഉണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസിനാണ് എന്തെന്ന് പറയുന്നത് ഐ വരുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺസിന് ഐ നിർബന്ധമല്ല. അതുപോലെ തന്നെ എന്താണ് ചില സൈക്ലോൺസിൽ, അതായത് എന്താണ് വീക്കായിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ അതിലും ഐ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ only some cyclones develop an eye എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ടെമ്പറേറ്റ് സൈക്ലോൺസിന് ഐയുടെ ആവശ്യമില്ല. ട്രോപ്പിക്കൽ സൈക്ലോൺസിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസിനാണ് മെയിനായിട്ട് ഐ വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഐ ഓഫ് എ സൈക്ലോൺ ഈസ് നിയർലി 10 degrees Celsius ലെസർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ്സ്. അതായത് ടെമ്പറേച്ചർ എന്താണ്? ഐയുടെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിനെക്കാട്ടിയും 10 degree ലെസർ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സൈക്ലോൺസിൻ്റെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത് തന്നെ എവിടെയാണ്? അതിൻ്റെ ഐ ആയിട്ടുള്ള ആ റീജിയനിലായിരിക്കും. കാരണം ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ബലത്തിലാണ് എന്ത് ഈ സൈക്ലോൺ മൂവ് ചെയ്യുന്നത് തന്നെ. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് റോങ് ആയിരിക്കും.
കാരണം എപ്പോഴും ഒരു സൈക്ലോൺസിൻ്റെ ഐയിലെ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും സറൗണ്ടിങ്ങിനെക്കാട്ടിയും കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റിൽ എന്താണ് ഈ സൈക്ലോൺ മൂവ് വരെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 2 only മാത്രമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ജെറ്റ് സ്ട്രീം എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഒക്കർ ചെയ്യുന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കുന്നത്. അത് റോങ് ആണ്. ജെറ്റ് സ്ട്രീം സദേൺ ഹെമിസ്ഫിയറിലുണ്ട്, അതുപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി സം സൈക്ലോൺസ് ഡെവലപ്പ് ആയി, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസ് മാത്രമേ ഐ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടെമ്പറേറ്റ് സൈക്ലോൺസിന് ഐ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഐ ഓഫ് എ സൈക്ലോൺ ഈസ് നിയർലി 10 degrees Celsius ലെസർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ്സ് എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റാണ്. ഓക്കെ, കാരണം എയർ ഇൻ ദ ഐ ഓഫ് ദ സൈക്ലോൺ എന്ത് നോർമലി വാമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് തെറ്റാകുമ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 2 only മാത്രമായിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 100ാമത്തെ ക്വസ്റ്റ്യൻ. എമോങ് ദ ഫോളോയിങ് ടൈഗർ റിസർവ്സ് വിച്ച് ഓൺ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റ്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ കോർബെറ്റ്, ഓപ്ഷൻ ബി രന്തംബോർ, ഓപ്ഷൻ സി നാഗാർജുൻ ശ്രീശൈലം, ഓപ്ഷൻ ഡി സുന്ദർബൻസ്. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റ് ഏതിലാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാഗാർജുൻ ശ്രീശൈലം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടൈഗർ റിസർവ് വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ഏരിയ ഉണ്ട് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റ് വരുന്നത് ഏതാണ്? നാഗാർജുൻ ശ്രീശൈലമാണ്. ഓക്കെ, എവിടെയാണ് നാഗാർജുൻ ശ്രീശൈലം? ഇറ്റ് ഈസ് ഇൻ ദ ആന്ധ്രാപ്രദേശാണ്. എന്താണ് ലാർജസ്റ്റ് പോർഷൻ, ഇവിടുത്തെ ഈ ഒരു ടൈഗർ റിസർവിലെ ലാർജസ്റ്റ് പോർഷനും എന്താണ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റിന് വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ആ ടൈഗറിന് വേണ്ടി മാത്രമുള്ള ഒരു കോർ ഏരിയ ആയിരിക്കും, ടൈഗേഴ്സിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിട്ടുള്ള ഒരു കോർ ഏരിയ ആയിരിക്കും. ഓക്കെ, സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വഴിയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ആൻഡ് ആൾസോ ഇവിടെ എന്തായിരിക്കും? ഫ്രീ ഫ്രം ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അവിടെ എന്താണ് ഹ്യൂമൻ ഡിസ്റ്റർബൻസിൽ നിന്ന് അത് ഫ്രീ ആയിരിക്കും. സോ അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്, നാഗാർജുൻ ശ്രീശൈലം. ഇനി കോർബറ്റ് വരുന്നത് എവിടെയാണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ബാക്കി ഓപ്ഷൻ കൂടെ നമ്മൾ നോക്കി വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ കോർബറ്റ് നാഷണൽ പാർക്കിന് മറ്റൊരു പേരാണെന്ത്? രാംഗംഗ നാഷണൽ പാർക്ക് എന്നും പറയുന്നുണ്ട് കോർബറ്റിന്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് കോർബറ്റ് വരുന്നത്. ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ആണ് കോർബറ്റ് വരുന്നത്. പ്രധാനമായിട്ടും എന്താണ് ഇവിടെ നമ്മുടെ രാംഗംഗ റിവറിൻ്റെ തീരത്തായിട്ടാണ് എന്ത് ഈ കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ആ ഒരു പേരും കൂടെ വന്നത്, രാംഗംഗ നാഷണൽ പാർക്കും കൂടെ വന്നത്. ഇനി രന്തംബോർ വരുന്നത് രാജസ്ഥാനിലാണ്. രന്തംബോർ നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എന്താണ് ടൈഗർ കാണപ്പെടുന്നുണ്ട്, അതുപോലെ ലെപ്പാഡ്, ദെൻ ക്രോക്കഡൈൽസ്, മാർഷ് ക്രോക്കഡൈൽസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവികളെന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ലാസ്റ്റ് വരുന്നത് ഏതാണ്? സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് കോസ്റ്റൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. ഏതൊക്കെ 2 രാജ്യത്തായിട്ടാണ് കിടക്കുന്നത്. എവിടെയൊക്കെയാണ്? ഇന്ത്യയും അതുപോലെ ബംഗ്ലാദേശിലുമായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇന്ത്യയുടെ ലാർജസ്റ്റ് കോസ്റ്റൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് എന്ന് പറയുന്നത് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഗംഗ റിവർ ഡോൾഫിൻസ് കാണപ്പെടുന്നുണ്ട്, അതുപോലെ എന്താണ് ഈസ്റ്ററിൻ ക്രോക്കഡൈൽസ് കാണപ്പെടുന്നു. ഇതൊക്കെ എന്താണ് ഈ സുന്ദർബൻസിലെ പ്രധാനപ്പെട്ട ഫ്യൂണാസ് ആണ്. ഓക്കെ, സോ അതാണ് 100ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, നാഗാർജുൻ ശ്രീശൈലമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 2020 ക്വസ്റ്റ്യൻസ് 2020 ഉപയോഗിക്കുമെന്നാണ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് 2021 അപ്പോൾ അടുത്ത സെക്ഷനിൽ 2021 ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.